ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. അടിയൻ്റെ വിനീതമായ നമസ്കാരം. കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും നമ്മൾ ലൈവിൽ വരികയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത് നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവതസേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാഖായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരും ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച. ശ്രീരൂപം സാഗരജാതം സഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗണലളിതാ ശ്രീവിശാഖാന്വിതംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിതി നാമിനെ. നമാചാര്യപാദായ നിതായ കൃപപ്രദായിനി ഗൗരകഥാ ദാമോദായ നഗരഗ്രാമതാരിണി. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിതി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതി ദിനാവിനെ. ശ്രീവാഷവാനവി ദേവി ദൈതായ കൃപാബ്ദേ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനേ പ്രഭവേ നമ. മാധുര്യോജ്വല പ്രേമാഢ്യ ശ്രീരൂപാനുഗഭക്തിദ ശ്രീഗൗരകരുണാ ശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണേ രൂപാനുഗവൃതാപസിദ്ധാന്തദ്വന്ദ്വഹാരിണേ. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തയേ വിപ്രലംബ സാംഭവേ പാദാംബുജായതേ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗതായതേ. ഗൗരാവിർഭാവഭൂമേസ്തം നിർദ്ദേശ സജ്ജനപ്രിയ വൈഷ്ണവ സർവഭൗമ ശ്രീജഗന്നാഥായതേ. നമോ നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമിനേ ഗൗരദ്വസേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. വഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യൈവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. ജയതാം സുരദുപങ്കോ മമ മന്ദമതേർഗതിമത്സർവസ്വ പാദാംബോജോ രാധാമദനമോഹനോ ദിവ്യത്വൃന്ദാരണ്യകൽപദ്രുമദ ശ്രീമദ്രത്നാകാരസിംഹാസനസ്ഥോ ശ്രീമദ് രാധാ ശ്രീരഗോവിന്ദദേവോ പൃഷ്ഠാലഭിർസേവ്യമാനോ സ്മരാമി. ശ്രീമല്ലസരസാരംഭീവം ശ്രീവടത്തടസ്ഥിത കർഷൻ വേണുസ്മരേർഗോപീൻ ഗോപീനാഥസ്യസ്തുനാ തപ്തകാഞ്ചനഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ പ്രണമാമി ഹരിപ്രിയേ പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ. മുഖം കരോതി വാചാലം പങ്കും ലങ്കായതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തർക്കും സ്വാഗതം. കുറച്ച് നാളുകളായിട്ട് തിരക്കിലായിരുന്നു. രാധാഷ്ടമിയോടനുബന്ധിച്ചിട്ടുള്ള സേവനങ്ങളിലായിരുന്നു. പിന്നെ അതിനെ തുടർന്നും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാമല്ലോ. ഗുരുവായൂരപ്പൻ്റെ കാരുണ്യത്താൽ ചില പുതിയ പദ്ധതികളൊക്കെ വന്നിട്ടുണ്ട്. ഗ്രൂപ്പിൽ നമ്മൾ അറിയിച്ചിരുന്നു.
പറ്റുന്ന പോലെ ഭക്തരെല്ലാവരും അതിൻ്റെ ഭാഗമാകണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു. പിന്നെ രാധാറാണിയുടെ അതിമനോഹരമായിട്ടുള്ളൊരു ബുക്ക് നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് മനോഹരമായിട്ടുള്ള ലീലകൾ രാധാറാണിയെക്കുറിച്ച് അതിൽ പറയുന്നുണ്ട്. രാധാറാണി ആരാണെന്നും എന്താണെന്നും ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ പറ്റുന്ന ഭക്തർക്ക് അതും ഓർഡർ ചെയ്യാം. നമ്മുടെ ഗ്രൂപ്പിലൂടെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ഹരേ കൃഷ്ണ. അതായത് നമുക്ക് ശ്രീമദ് ഭാഗവതം ആരംഭിക്കാം. ഇന്ന് ശ്രീ ഹരിദാസ് ഠാക്കൂർജിയുടെ തിരുഭാവ ദിനവും കൂടെയാണ്. ഹരിദാസ് ഠാക്കൂർജി നമുക്ക് എല്ലാവർക്കും അറിയാം, നാമാചാര്യ, സാക്ഷാൽ ബ്രഹ്മദേവൻ്റെയും പ്രഹ്ലാദ് മഹാരാജിൻ്റെയും തിരുവവതാരമാണ്. ചൈതന്യ മഹാപ്രഭുവിൻ്റെ ലീലയിൽ ഹരിദാസ് എന്ന പേരിൽ വരികയാണ്. അദ്ദേഹം ജനിച്ചത് ഒരു ഇസ്ലാമിക കുടുംബത്തിലാണ്. ഒരുപാട് യാതനകൾ അദ്ദേഹം അനുഭവിക്കേണ്ടി വന്നു. നിത്യവും 192 മാല ഹരേ കൃഷ്ണ മഹാമന്ത്രം അദ്ദേഹം ജപിക്കുമായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ നമ്മളെ സത്സംഗത്തിന് ശേഷം നമുക്ക് ചർച്ച ചെയ്യാം. ശ്രീമദ് ഭാഗവതം നമ്മൾ എവിടെ നിന്ന് നിർത്തിയോ അവിടെ നിന്ന് തുടങ്ങിയാണ്. 3-ാമത്തെ സ്കന്ധം, ദേവഹൂതി ദേവിയും കർദമ പ്രജാപതിയുടെയും ചരിതം. ദേവഹൂതി ദേവിയുടെ ദുഃഖത്തെ അകറ്റാൻ വേണ്ടി, ആഗ്രഹത്തെ പൂർത്തീകരിക്കാൻ വേണ്ടി കർദമ പ്രജാപതി ഒരു വിമാനത്തെ സൃഷ്ടിക്കുകയാണ്. അതൊരു സാധാരണ വിമാനമല്ല, വലിയൊരു കൊട്ടാരം തന്നെയായിരുന്നു. ഒരുപാട് ഉദ്യാനങ്ങൾ നിറഞ്ഞ ആകാശത്ത് ഇങ്ങനെ പറന്ന് നടക്കുന്ന ഒരു വിമാനം. ആ കൊട്ടാരത്തിൻ്റെ മനോഹാരിതയെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ സത്സംഗത്തിൽ പറഞ്ഞിരുന്നു. ഇരുപത്തിയൊന്നാമത്തെ ശ്ലോകം. വിഹാരസ്ഥാന വിശ്രമ സംവേശ പ്രാംഗണാജിരൈ യഥോപജോഷം രചിതേർ വിസ്മാപനം വിവാത്മന. അപ്പോൾ ആ കൊട്ടാരത്തിൽ ഒരുപാട് വിഹാര സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് വിശ്രമിക്കാനുള്ള മന്ദിരങ്ങളും ഉണ്ടായിരുന്നു. കിടക്കുമുറികൾ, വരാന്ത പോലുള്ള സ്ഥലങ്ങൾ, അതായത് നമ്മുടെ സിറ്റ് ഔട്ട് എന്നൊക്കെ പറയത്തില്ല, അതേപോലെ ഇരിക്കാനുള്ള പുറം, അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണുമ്പോഴേ പ്രത്യേക അതിൻ്റെ കൊത്തുപണികളും കാണുമ്പോൾ വളരെ സുന്ദരമായിട്ടായിരുന്നു അതിനെ രചിച്ചിരിക്കുന്നത്. ഇതെല്ലാം കാണുമ്പോൾ എല്ലാവർക്കും ഇത് കണ്ടിട്ട് കർദമ പ്രജാപതിക്ക് തന്നെ അത്ഭുതം തോന്നി, ഇത് ഞാൻ തന്നെയാണോ സൃഷ്ടിച്ചതെന്ന്. ഈ ദൃഗ്രഹം തത് പശ്യന്തി നാധിപ്രീതേന ചേതസ സർവഭൂതാശയാഭിജ്ഞ പ്രാവോച് കർദമ സ്വയം. ദേവഹൂതി ദേവി അത്ഭുതപ്പെട്ട് ആ സമൃദ്ധമായിട്ട് കാണപ്പെട്ട ആ കൊട്ടാരത്തെ കണ്ടു. പക്ഷേ എന്തോ ഒരു അതൃപ്തി ദേവഹൂതി ദേവിയുടെ മുഖത്ത് കണ്ടു കർദമ പ്രജാപതി. കർദമ പ്രജാപതിക്ക് മനസ്സിലായി ദേവഹൂതി ദേവിയുടെ വിഷമം എന്താണെന്ന്. കാരണം അദ്ദേഹത്തിന് അത് കഴിയുമായിരുന്നു, എല്ലാവരുടെ ഹൃദയത്തിൽ നടക്കുന്ന കാര്യം അറിയാൻ പറ്റുമെന്ന് അത്രയ്ക്ക് തപോബലം അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം ദേവഹൂതി ദേവിയുടെ ഇങ്ങനെ പറഞ്ഞു, നിമഞ്ജാസ്മിൻ ഹൃദയ ഭീരു വിമാനം ഇതമാരുഹ ഇതം ശുക്ലകൃതം തീർത്ഥം അശീഷാം വ്യാപകം നൃണം. ഇവിടെ പറയുന്നു ശുക്ലകൃതം തീർത്ഥം, സാക്ഷാൽ ഭഗവാനാൽ സൃഷ്ടിക്കപ്പെട്ട ഒരു തീർത്ഥമുണ്ടെന്ന് പറയുന്നു. അന്നേരം കർദമ പ്രജാപതി എന്താ പറഞ്ഞത്? ദേവഹൂതി ദേവി, നീ ഭയപ്പെടേണ്ട, നീ ബിന്ദു സരോവരത്തിൽ കുളിക്കൂ. സാക്ഷാൽ ഭഗവാനാൽ നിർമ്മിക്കപ്പെട്ട, അതിലൂടെ എല്ലാ ആഗ്രഹങ്ങളും നിൻ്റെ പൂർത്തീകരിക്കപ്പെടും. അതിനുശേഷം നീ വിമാനത്തിൽ പ്രവേശിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കണേ, സംസ്കൃത വാക്കുകൾ എങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ ശുക്ലകൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷരാർത്ഥമാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അതിന് പല അർത്ഥങ്ങളും കണ്ടെത്താൻ പറ്റും. പക്ഷേ ഇവിടെ ശുക്ലകൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണു എന്നാണ് ഉദ്ദേശിക്കുന്നത്, ഭഗവാനാൽ സൃഷ്ടിക്കപ്പെട്ട. അന്നേരം അതുകൊണ്ടാണ് സംസ്കൃതത്തിൽ അക്ഷരാർത്ഥത്തിനല്ല പ്രാധാന്യം, ഭാവാർത്ഥം. പ്രത്യേകിച്ച് ധാർമ്മിക ഗ്രന്ഥങ്ങളിൽ, ശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെ വേദങ്ങളുടെ ആ ഒരു സെക്ഷനിൽ വരുന്ന എല്ലാ ആ ഒരു ശ്ലോകങ്ങൾക്കും ഭാവാർത്ഥമാണ് നോക്കേണ്ടത്, അല്ലേ?
ഇപ്പോൾ ഉദാഹരണത്തിന് കവി എന്തെങ്കിലുമൊക്കെ എഴുതുമ്പോൾ, ഒരു കവിത എഴുതുമ്പോഴത്തേക്ക് ആ കവിതയുടെ ഉദ്ദേശം എന്തായിരിക്കും, അതാണല്ലോ ഇമ്പോർട്ടൻ്റ്. അദ്ദേഹം ഇപ്പോൾ പണ്ടത്തെ ഒരു പാട്ട് എന്തോ 14-ാം രാവുദിച്ചത് മാനത്തോ കവളത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് അതിൻ്റെ അർത്ഥം ഒറിജിനലി അത് മാനത്ത് കവളത്താണോ എന്ന്, കവളത്ത് ചന്ദ്രൻ ഉദിച്ചൊന്നല്ലല്ലോ അല്ലേ. അതിൻ്റെ ഒരു 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 ആ ഒരു ഭംഗിക്ക് വേണ്ടി അതിനെ ഇംഗ്ലീഷിൽ മെറ്റഫർ എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു കവി അവിടെ ആ ഒരു ഭംഗിയെ വർണ്ണിക്കുകയാണ് അല്ലേ. അതേപോലെ ശ്ലോകങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ആന്തരിക അർത്ഥമുണ്ട്. ഇതിന് ആന്തരിക അർത്ഥം, അതിനും ഭഗവത്ഗീത, ഭാഗവതം, മഹാഭാരതം, രാമായണം, ഇതിനെല്ലാം ഭാവാർത്ഥം. അതിന് ആ ഭാവാർത്ഥം അറിയണമെങ്കിൽ ആ എഴുതിയ ആളുടെ ഭാവം മനസ്സിലാക്കണം. അതേ ബോധത്തിലിരിക്കുന്ന വ്യക്തികൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ നിഗൂഢ തലത്തിലുള്ള അർത്ഥങ്ങളെയൊക്കെ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ ശില പ്രഭുപാദി അതിമനോഹരമായിട്ട് ഇവിടെ വിവർത്തനം നൽകുന്നു. അതിൽ പറയുന്നു പ്രഭുപാദി, ശില പ്രഭുപാദിക്ക് ജയ, ബ്രഹ്മരാജ് ജയ, ബ്രഹ്മധവ ഗൗഡിയ വൈഷ്ണവ സമ്പ്രദായക്ക് ജയ. ഇവിടെ പറയുന്നു ദേവഹൂതി ദേവി വളരെയധികം ഭയചകിതയായിട്ട് കാണപ്പെട്ടു. കാരണം എന്തായിരുന്നു, ഇത്രയും സമൃദ്ധമായിട്ടുള്ള കൊട്ടാരം, പക്ഷെ ഞാനാണെങ്കിൽ ആകെ ശോഷിച്ചു പോയിരിക്കുകയാണ്. അന്നേരം ഗർഭാധാന സംസ്കാരത്തിന് ഞാൻ യോഗ്യയാണോ? കാരണം ആ ശാരീരിക ശേഷിയൊക്കെ നഷ്ടപ്പെട്ടോ എന്നിരിക്കുമ്പോൾ അപ്പോഴാണ് കർദമ പ്രജാപതി ആ മനസ്സ് മനസ്സിലാക്കി എന്ത് ചെയ്തു, പറഞ്ഞു, ദേവി നീ വിഷമിക്കണ്ട, നീ എന്ത് ചെയ്യുക, സാക്ഷാൽ ഭഗവാനാൽ നിർമ്മിക്കപ്പെട്ട ബിന്ദു സരോവരം. അതെങ്ങനെ ബിന്ദു സരോവരം നിർമ്മിതമായത്? അതായത് കർദമ പ്രജാപതിയുടെ ഈ 10,000 വർഷങ്ങളോടുള്ള തപസ് കണ്ടിട്ട് ഭഗവാൻ നിസ്വാർത്ഥമായിട്ട് ഭഗവാന്റെ ആ സേവനത്തിന് വേണ്ടി, കാരണം സൃഷ്ടികർമ്മം ബ്രഹ്മദേവൻ ആഗ്രഹിക്കുന്നു. ബ്രഹ്മദേവനോട് ആരാ സൃഷ്ടികർമ്മം ചെയ്യാൻ പറഞ്ഞത്? ഭഗവാൻ തന്നെയാണ് പറഞ്ഞത്. കാരണം ഭഗവാന്റെ ആ ഇംഗിതത്തെ പൂർത്തീകരിക്കാൻ വേണ്ടി ഇത്രയും തപസ് ചെയ്തല്ലോ എന്ന് കണ്ടിട്ട് ഭഗവാന് തന്നെ കാരുണ്യം തോന്നി കർദമ പ്രജാപതിയോട്. അങ്ങനെ ആ കാരുണ്യത്താൽ ഭഗവാന്റെ കണ്ണിൽ നിന്നും കണ്ണീരൊഴുകുകയാണ്. അങ്ങനെ ആ ഭഗവാന്റെ കണ്ണീരിൽ നിന്നുണ്ടായതാണ് ബിന്ദു സരോവരം. അതുകൊണ്ട് ആധ്യാത്മിക ശക്തിയാണത്. ഈ ലോകത്തെ എല്ലാം ഭഗവാന്റെ ശക്തിയാണ്. പക്ഷെ ഭഗവാന് 2 ശക്തിയുണ്ട്, അന്തരംഗ ശക്തി, ബഹിരംഗ ശക്തി. അപ്പോൾ ഈ ഭഗവാന്റെ സാക്ഷാത് ഭഗവാന്റെ അതിസുന്ദരമായ സച്ചിദാനന്ദ വിഗ്രഹത്തിൽ നിന്നും വരുന്ന കണ്ണീരാണ്. എന്നാൽ ഈ പ്രപഞ്ചത്തിൽ എല്ലാത്തിനും 2 രീതികളുണ്ടെന്ന് മനസ്സിലാക്കും. ഇപ്പം നമുക്കും കണ്ണുണ്ട്, ഭഗവാനും കണ്ണുണ്ട്. പക്ഷെ നമ്മുടെ കണ്ണും ഭഗവാന്റെ കണ്ണുമായിട്ട് വ്യത്യാസമുണ്ട്. നമ്മുടെ കണ്ണ് വെച്ച് നമുക്ക് കാണാൻ മാത്രമേ പറ്റൂ. ഭഗവാന്റെ കണ്ണ് വെച്ച് ഭഗവാന് ഭക്ഷണം കഴിക്കാൻ പറ്റും. ഭഗവാന്റെ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും മറ്റ് ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തികൾ ചെയ്യാൻ പറ്റുമെന്ന് ബ്രഹ്മസംഹിതയിൽ പറയുന്നു. ഭഗവാന് കണ്ണ് വെച്ച് കേൾക്കാൻ പറ്റും, അങ്ങനെ എന്തും ഭഗവാന് ചെയ്യാൻ പറ്റും. ഭഗവാന്റെ ഇന്ദ്രിയങ്ങൾ അങ്ങനെയാണ്, സച്ചിദാനന്ദ ശരീരമാണ്. അതുകൊണ്ട് ആ ഒരു ഇന്ദ്രിയങ്ങൾക്ക് മറ്റെല്ലാ ഇന്ദ്രിയങ്ങളുടെയും പ്രവൃത്തികൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഭഗവാന്റെ കണ്ണീർ, അങ്ങനെയുള്ള കണ്ണിൽ നിന്ന് വരുന്ന കണ്ണീരാണ്. അപ്പോൾ അത് സാധാരണ കണ്ണീരായിരിക്കുമോ? നമ്മുടെ പോലത്തെ കണ്ണീരാണോ? അല്ല, ഭഗവാന്റെ എന്താ അത്രയും ശക്തിയുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞു, ശുക്ലഘൃതം തീർത്ഥം അശീഷം വ്യാപകം ദൃഢം. അതായത് അശീഷം, എല്ലാ ആഗ്രഹങ്ങളെയും പൂർത്തീകരിക്കപ്പെടുന്ന, മനുഷ്യരുടെ എല്ലാ നരന്മാരുടെ എല്ലാ ആഗ്രഹങ്ങളെയും പൂർത്തീകരിക്കപ്പെടുന്ന ബിന്ദു സരോവരത്തിൽ നീ കുളിക്കൂ. അപ്പോൾ തന്നെ എല്ലാ പ്രശ്നങ്ങളും മാറും. എന്നിട്ട് നീ വിമാനത്തിൽ കയറുമെന്ന് പറഞ്ഞു. സതത് ഭർത്തു സമാധയ വചാകുവലയേക്ഷണ സരജം ബിഭ്രതി വാസു വേണിഭൂതം ച മൂർധജ. താമരക്കുണ്ണുള്ള ആ ദേവഹൂതി ദേവി കർദമ പ്രജാപതി പറഞ്ഞത് പ്രകാരം അങ്ങനെ തന്നെ ചെയ്തു. അപ്പോൾ കുളിക്കുന്നതിന് മുമ്പേ ദേവിയുടെ അവസ്ഥ എങ്ങനെയായിരുന്നു? വസ്ത്രം എല്ലാം മുഷിഞ്ഞിരിക്കുന്നു, അഴുക്ക് പിടിച്ചിരിക്കുന്നു. എന്നിട്ട് ദേവിയുടെ മുടിയൊക്കെ ആകെ ജട പിടിച്ചിരിക്കുകയാണ്. അന്നേരം ദേവിയെ കാണാൻ വളരെ ഒരു ആകർഷണം തോന്നില്ലായിരുന്നു. അത്ര ആകർഷണമൊന്നും ദേവിയെ കണ്ടിട്ട് തോന്നത്തില്ലായിരുന്നു. ആ രീതിയിൽ ദേവി ശോഷിച്ചു പോയിരുന്നു. അംഗം ച മലപങ്കേന സഞ്ചന്നം ശബലസ്തനം.
അവിവേശ സരസ്വത്യാ സരശിവ ജലാശ്രയം. ദേവിയുടെ ദേഹത്ത് ആ പറയുന്ന ആ വസ്ത്രത്തിലൊക്കെ കട്ടി പിടിച്ച് അഴുക്കിരിക്കുകയായിരുന്നു. എന്തിനേറെ പറഞ്ഞ ശരീരത്ത് പോലും നേരെ ചൊവ്വെ കുളിക്കാൻ പോലും പാവം ദേവഹൂതി ദേവിക്ക് സമയം കിട്ടുന്നില്ലായിരുന്നു. ശരീരത്ത് കട്ടിയായിട്ട് അഴുക്ക് പിടിച്ചിരിക്കുകയായിരുന്നു. എന്നിട്ട് ദേവിയുടെ ദേഹം മുഴുവൻ അതിൻ്റെ ആ ദേവിയുടെ ആ സ്വർണ്ണ നിറമായിരുന്നു ദേവിക്ക്. അതൊക്കെ മങ്ങി. അപ്പം ദേവി എന്ത് ചെയ്തു? നേരെ ബിന്ദു സരോവരത്തിലേക്ക്. അന്നേരം ഒന്ന് ആലോചിച്ച് നോക്കും, വളരെ സമ്പദ് സമൃദ്ധമായിട്ടുള്ള കൊട്ടാരം. എന്നിട്ട് ദേവഹൂതി ദേവി സ്വയം നോക്കുമായിരുന്നു, എൻ്റെ അവസ്ഥ ഇപ്പോൾ എങ്ങനെ? കൊട്ടാരമൊക്കെ കൊള്ളാം, പക്ഷേ എൻ്റെ അവസ്ഥ അങ്ങ് കാണുന്നില്ലേ എന്ന് ചോദിച്ചാൽ അത് മനസ്സിലാക്കിയ കർദമ പ്രജാപതി പറഞ്ഞു, ബിന്ദു സരോവരത്തിൽ കുളിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ ബിന്ദു സരോവരത്തിൽ അതിലെ സരസ്വതി നദിയുടെ ജലവും കൂടെ കലർന്നിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ സരസ്വതി നദി സാക്ഷാൽ സരസ്വതി ദേവി തന്നെയാണ്. ദേവിയുടെ അനുഗ്രഹവും കൂടെ ലഭിക്കും. അപ്പോൾ അതിൽ അതിപവിത്രമായിട്ടുള്ള സാരസ്വത്യസരാ ശിവ എന്ന് പറയുമ്പോൾ ശുഭം ജല ആശയം. അതിൽ സരസ്വതി നദിയുടെ ജലവും കൂടെ അതിനകത്തുണ്ട്. സ അന്തസരസീ വേഷ്മസ്ഥാ ശതാനി ദശ കന്യകാ സർവകിശോരവയസോ ദർശത്പോലഗന്ധയാ. കുളത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ ആയിരക്കണക്കിന് തരുണികൾ അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും ആ ഒരു യൗവനത്തിൻ്റെ പരമോന്നത അവസ്ഥയിലിരിക്കുന്നു. എന്നിട്ട് അവരുടെ ശരീരത്തിൽ നിന്നും താമരയിൽ നിന്ന് വരുന്ന ആ സുഗന്ധം വരികയായിരുന്നു. താം ദൃഷ്ട്വാ സഹസോത്, അതായത് അവർക്ക് സ്പ്രേ ഒന്നും അടിക്കേണ്ട ആവശ്യമില്ല. നാച്ചുറലി അവർക്ക് വേർപ്പൊന്നുമില്ല. അവരുടെ ശരീരത്തിൽ നിന്നും താമരയുടെ സുഗന്ധം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. താം ദൃഷ്ട്വാ സഹസോത്ഥായ പ്രോചു പ്രാഞ്ജല്യ സ്ത്രീയ വയം കർമ്മകരിസ്തുഭ്യം സാധിനാ കരോമഖിം. അപ്പോൾ ദേവഹൂതി ദേവിയെ കണ്ട ഉടൻ തന്നെ, അന്നേരം ഇത് വെള്ളത്തിൻ്റെ അടിയിലാണ് ഈ സംഭവം നടക്കുന്നതെന്ന് മനസ്സിലാക്കണം. നമ്മൾ വെള്ളത്തിൻ്റെ അടിയിൽ പോവുകയാണെങ്കിൽ ശ്വാസമൊക്കെ പിടിച്ച് നിർത്തണം, നീന്തൽ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ പിന്നെ ഡൈവിങ് സൂട്ട് ഇടണം. ഇതങ്ങനെയൊന്നും വേണ്ട. വേറൊരു തലത്തിലേക്ക് അവർ പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഭൗതിക തലത്തിലാവുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പരിമിതികൾ, ഭൗതിക തലത്തിൻ്റെ തന്നെ ഏറ്റവും താഴ്ന്ന തലത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. ജഡപ്രകൃതിയുടെ ആ ഒരു അന്നേരം ഇതിനപ്പുറത്തായിട്ടുള്ളൊരു സ്ഥൂല ഇവരെല്ലാം ആര് സൃഷ്ടിച്ചതാണ്? കർദമ പ്രജാപതി തന്നെ സൃഷ്ടിക്കുകയാണ് ഇവരെല്ലാവരും. ഒന്ന് ആലോചിച്ച് നോക്കണേ. ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് വൈഫൈ കണക്ട് ചെയ്യട്ടെ. കർദമ പ്രജാപതി, ക്ഷമിക്കണം, ഇന്റർനെറ്റിന്റെ ഒരു ഫ്ലക്ച്വേഷനാണ്. എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം രാം ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാം രാം. ജയ രാധാ മാധവ ജയ കുഞ്ച ബിഹാരി. കമൻസിലിടൂ, എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ആ ബിന്ദു സരോവരത്തിൻ്റെ ഉള്ളിലുള്ള ഒരുപാട് സുന്ദരികളായിട്ടുള്ള തരുണികൾ, അവരെയൊക്കെ കണ്ടിട്ട് അവർ ദേവഹൂതി ദേവിയെ കണ്ട ഉടൻ തന്നെ മുന്നോട്ട് വന്നിട്ട് എന്താ പറഞ്ഞതെന്നറിയോ? നമ്മളെല്ലാവരും അവിടുത്തെ തോഴിമാരാണ്, നമ്മളെന്താണ് ദേവിക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്നിങ്ങനെ പറയുകയാണ്. സ്നാനേന തം മഹാർഹേന സ്നാപയിത്വാ മനസ്വിനീം ദുകൂലേ നിർമ്മലേ നൂത്നേ ദദുർ അസ്യ ച മാനധാ. ആ തരുണികളെല്ലാം വളരെ ബഹുമാനത്തോടു കൂടി ദേവഹൂതിയെടുത്ത് സംസാരിക്കുകയായിരുന്നു. എന്നിട്ട് ദേവിയെ കുളിപ്പിച്ചു. മനോഹരമായിട്ടുള്ള ഏറ്റവും വില കൂടിയ എണ്ണ കൊണ്ട്, സുഗന്ധ തൈലം കൊണ്ട്, പല പല സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട്, അതെല്ലാം കൊണ്ട് ദേവിയെ കുളിപ്പിക്കുകയാണ്. എന്നിട്ട് അതിമനോഹരമായിട്ടുള്ള വസ്ത്രം ദേവിക്ക് അണിയിച്ചു കൊടുക്കുകയാണ്, ആഭരണങ്ങളൊക്കെ.
ഭൂഷണാനി പരാർധ്യാനി വരീയാംസി ദ്യുമന്തി ച അന്നം സർവഗുണപേതം പാനം ചൈവാമൃതാസവം. അതീവ അമൂല്യമായിട്ടുള്ള രത്നങ്ങൾ കൊണ്ട് നിർമ്മിച്ച സുന്ദരമായിട്ടുള്ള ആഭരണങ്ങൾ ധരിച്ചു ദേവി അതീവ സുന്ദരിയായിട്ട് മാറി. ആ തിളക്കമൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി. അതിനുശേഷം ദേവിക്ക് സർവശക്തിയും ലഭിക്കുന്ന രീതിയിൽ ഭക്ഷണങ്ങൾ ഏറ്റവും ഉച്ചകൂടിയുള്ള ഭക്ഷണം കൊടുത്തു. എന്നിട്ട് മധുര പലഹാരങ്ങൾ കൊടുത്തു. പിന്നെ ആസവം എന്ന് പറയുന്ന ഒരു അമൃതാസവം എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം പാനീയവും കൊടുത്തു. അഥാദൃശേ സ്വം ആത്മാനം സൃഗ്വീണം വിരാജംബരം വിരജം കൃതസ്വസ്ത്യാനാം കന്യഭീർബഹുമാനിതം. അതിനുശേഷം ഒരു കണ്ണാടി കൊണ്ടുവന്ന് ദേവിയുടെ മുമ്പിൽ ഇങ്ങനെ കാണിച്ചു. അപ്പം ദേവി നോക്കിയപ്പോൾ ദേവിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ദേവിയുടെ ശരീരത്തിൽ നിന്നുള്ള അഴുക്കെല്ലാം മാറി അതീവ സുന്ദരമായിട്ടുള്ളൊരു മാല ധരിച്ചിരിക്കുന്നു. എന്നിട്ട് അതീവ സുന്ദരമായിട്ടുള്ളൊരു വസ്ത്രം ധരിച്ചിരിക്കുന്നു. പലതരത്തിലുള്ള ആഭരണങ്ങൾ ധരിച്ചിരുന്നു. സുന്ദരമായിട്ടുള്ള തിലകം അണിഞ്ഞിരിക്കുന്നു. ചുറ്റുമെല്ലാം തോഴിമാരും പല രീതിയിലും ദേവിയെ ഇങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്നാതം കൃതശിരസ്നാനം സർവാഭരണഭൂഷിതം നിഷ്കാഗ്രീവം വലൈനാം കൂജത് കാഞ്ചന നൂപുരം. ദേവിയുടെ മൊത്തം ശരീരം തല മുതൽ തൃപ്പാദം വരെ അതീവ മനോഹരമായിട്ട് ഭംഗിയായിട്ട് അലങ്കരിച്ചിരിക്കുന്നു. കഴുത്തിൽ പ്രത്യേകതരം ഒരു ആഭരണം ഉണ്ടായിരുന്നു. വളകളും പിന്നെ അരഞ്ഞാണം ഉണ്ടായിരുന്നു സ്വർണത്തിൻ്റെ. കാലിലും പാദസരം അതീവ മനോഹരമായിട്ട് ധരിച്ചിരിക്കുന്നു. ശൃണയോരധ്യസ്ഥയ കാഞ്ചയ കാഞ്ചന്യ ബഹുരത്നയ ഹാരേന ച മഹാർഹേന രുചകേന ച ഭൂഷിതം. പല പല ആഭരണങ്ങൾ കൊണ്ട് പതിപ്പിച്ച ആഭരണങ്ങളായിരുന്നു ദേവി അരഭാഗത്തും ധരിച്ചിരിക്കുന്നത്. പ്രത്യേകതരം മുത്തിൻ്റെ ഒരു ആഭരണം കഴുത്തിൽ അണിഞ്ഞിരുന്നു. ഇതൊക്കെ ഭാഗവതത്തിൽ എന്തിനാ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഇതിലെ ഒരു ആഭരണത്തിന് വേണ്ടിയാണ് ആൾക്കാർ ഓടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു യോഗബലവും തപോബലവും ലഭിച്ചു കഴിഞ്ഞാൽ, അത്രത്തോളം ഭഗവത് ഭക്തിയിൽ നമ്മൾ ഉറച്ചിരുന്നു കഴിഞ്ഞാൽ സ്വമേധയാ എല്ലാം വരും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ അർത്ഥം നമ്മൾ കഷ്ടപ്പെടേണ്ട, അധ്വാനിക്കേണ്ട, മടി പിടിച്ചിരിക്കണമെന്നല്ല. അത്രയ്ക്ക് എളുപ്പമാണ് ഈ ലോകത്തിൽ എന്തും ലഭിക്കാൻ. കാരണം ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ പരിപാലനം ചെയ്യുന്നത് സാക്ഷാൽ ഗുരുവായൂരപ്പനാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് കഷ്ടപ്പെടേണ്ടി വരുന്ന എന്തുകൊണ്ടാണ്? ഭഗവാന് വേണ്ടി നമ്മളൊന്നും കഷ്ടപ്പെടാറില്ല, ഭഗവാന്റെ നാമം ജപിക്കാറില്ല, ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടാറില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ഇത്രയും ഓടേണ്ടി വരുന്നത്. നമുക്കറിയാമല്ലോ, ചില വ്യക്തികൾ ജനിക്കുമ്പോഴേ വലിയ സമ്പദ് സമൃദ്ധ കുടുംബത്തിൽ, നമ്മൾ പറയല്ലോ വെള്ളിക്കരണ്ടിയായിട്ട് ജനിച്ചിരിക്കുക എന്ന് പറയത്തില്ലേ. അതേ സമയത്ത് ചില വ്യക്തികൾ വളരെ പാവം, ഒരു നേരത്തെ ആഹാരത്തിന് പോലും കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് കുഞ്ഞായിരിക്കുമ്പോഴും തന്നെ. അപ്പോൾ ഇതെല്ലാം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നമ്മൾ പോലും അറിഞ്ഞോ അറിയാതെ ചെയ്ത പാപകർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. സമ്പദ് സമൃദ്ധമായിട്ടുള്ള കുടുംബത്തിൽ ജനിക്കുന്നതിൻ്റെ അർത്ഥം എന്താ? പൂർവ്വജന്മത്തിൽ ചെയ്ത പുണ്യപ്രവൃത്തികൾ കൊണ്ടാണ്. അപ്പോൾ നമ്മളുടെ ജന്മം എങ്ങനെയായാലും, സമ്പദ് സമൃദ്ധിയിലാണെങ്കിലും ദാരിദ്ര്യത്തിലാണെങ്കിലും, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം. സമൃദ്ധമായിട്ടുള്ള കുടുംബത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞ് നമ്മുടെ ഉത്തരവാദിത്തം കഴിഞ്ഞില്ല. ആ സമ്പദ് സമൃദ്ധി എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? അപ്പം പാണ്ഡവരും രാജകുമാരന്മാരായിരുന്നു, കൗരവൻ രാജകുമാരന്മാരായിരുന്നു അല്ലേ? രണ്ടുപേരും എങ്ങനെ ജീവിച്ചു? അതിനനുസരിച്ചല്ലേ അവരെ നമ്മൾ ഓർക്കുന്നത്. അവരുടെ യശസ്സും വർദ്ധിക്കുന്നതോ അല്ലെങ്കിൽ അപകീർത്തി വർദ്ധിക്കുന്നതോ അല്ലേ? അപ്പോൾ ഇവിടെ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട എത്ര എളുപ്പമായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. കർദമ പ്രജാപതി വിചാരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഇതൊക്കെ നടന്നു എന്നുള്ളതാണ്. അതാണ് തപോബലം, യോഗബലം എന്ന് പറയുന്നത്. നമ്മൾ ഭഗവാന്റെ തിരുനാമം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം ഹരേ രാം 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 ഹരേ ഹരേ ശ്രദ്ധയോടുകൂടി നിത്യേന 16 മാല ഹരേ കൃഷ്ണ മഹാന്തരം ജപിക്കുമ്പം തന്നെ ഭഗവാന്റെ അനുഗ്രഹത്താൽ എല്ലാ ദേവീദേവന്മാരും നമ്മളിൽ സംപ്രീതനായി നമ്മുടെ കർമ്മ ദുരിതങ്ങളൊക്കെ അവസാനിച്ച് ഒരു ഏറ്റവും കുറഞ്ഞ ശാന്തി സമാധാനം നമുക്ക് ലഭിക്കും. ശാന്തി, സമാധാനം, സന്തോഷം, സംതൃപ്തി,
പിന്നെ കുറച്ച് കാലമായിട്ട് ജപിക്കുന്നവർക്കറിയാം, അവരുടെ ജീവിതം കുറച്ചും കൂടെ എളുപ്പമായിട്ട് തോന്നും അവർക്ക്, അല്ലേ? എന്താണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം? കമൻസിലിടൂ. നേരത്തെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണമെങ്കിലും ഒരുപാട് ഇട്ട് അലച്ചിലായിരുന്നു. ഇപ്പോൾ അലച്ചിലൊക്കെ ഒന്ന് കുറഞ്ഞു, അല്ലേ? അതെന്തുകൊണ്ട്? ഭഗവാൻ അനുകൂലമായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ്. പൊതുവേ നമ്മൾ ജാതകത്തിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഇങ്ങനെ നോക്കുന്ന സമയത്ത് പ്രശ്നം വരുന്ന എപ്പോഴാണ്? ദൈവാധീനം കുറയുമ്പോഴാണ്. ദൈവാധീനം കുറയുമ്പോൾ പ്രശ്നങ്ങൾ വർദ്ധിക്കും. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എത്ര വലിയ കഷ്ടകാല സമയമാണെങ്കിലും ഒരു മയത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. സുദതാ സുഭ്രുവാശ്ലക്ഷണ സ്നിഗ്ധാഭംഗേന ചക്ഷുഷാ പദ്മകോശസ്മൃതാ നീലേ അലാകൈശ്ചലസന്മുഖം. ദേവിയുടെ അതിസുന്ദരമായിട്ടുള്ള പല്ലുകൾ, അതിസുന്ദരമായിട്ടുള്ള കണ്ണുകൾ, വളരെ മനോഹരമായിരുന്നു എന്നിവിടെ പറയുന്നു. ദേവിയുടെ മുഖത്ത് ആ സുന്ദരമായിട്ടുള്ള കേശങ്ങൾ ഇങ്ങനെ മുഖത്തോട്ട് ഇങ്ങനെ പാറി വരികയായിരുന്നു. അതായത് ദേവിയുടെ ആ ഒരു സൗന്ദര്യം വർദ്ധിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. യഥാ സസ്മരാ ഋഷഭം ഋഷീണാം ദൈതം പതിം തത്ര ചാസ്തേ സഹ സ്ത്രീഭിർ യത്രസ്തേ സ പ്രജാപതി. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ദേവി ഒരുങ്ങി തയ്യാറായി. അപ്പം ദേവി കർദമ പ്രജാപതിയെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു. ചിന്തിച്ച ആ നിമിഷം തന്നെ ദേവിയും തോഴിമാരും എല്ലാവരും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പ്രകടമായി എന്നുള്ളതാണ്. അന്നേരം ഒന്ന് ആലോചിച്ച് നോക്കണം, ഇതെല്ലാം കർദമ പ്രജാപതിയുടെ തപോബലമാണ്. ഭർത്തൂ പുരസ്താദാത്മാനം സ്ത്രീ സഹസ്രവൃതം ദദാ നിശമ്യ തദ്യോഗഗതിം സംശയം പ്രത്യപദ്യത. അപ്പോൾ ദേവിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. ഇത്രയും ആയിരക്കണക്കിന് തോഴിമാർ, അതും ഭർത്താവിൻ്റെ മുമ്പിൽ. അന്നേരം അദ്ദേഹത്തിൻ്റെ ആ യോഗബലം എന്താണെന്ന് ദേവി ഇങ്ങനെ കണ്ട് അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. സദാം കൃതമല സ്നാനം വിഭ്രജന്തിം അപൂർവവത് ആത്മനോ ബിഭ്രതീം രൂപം സംവീതരുചിരസ്ഥനീ വിദ്യാധരീ സഹസ്രേണ സേവ്യമാനം സുവാസസം ജാതോ ഭാവവിമാനം തദാരോഗ്യാതമിത്രഹൻ. കർദമ പ്രജാപതി നോക്കിയപ്പം ദേവി അതീവ സുന്ദരിയായിട്ട് കാണപ്പെട്ടു. ആ പഴയ ശോഷിച്ച അവസ്ഥയൊക്കെ മാറി. ദേവിയുടെ ആ സൗന്ദര്യം ദേവിക്ക് വീണ്ടും കിട്ടി. ആ രാജകുമാരിയുടെ ആ ഒരു പ്രൗഢിയിലായിരുന്നു ദേവി ഇപ്പോൾ ഇരിക്കുന്നത്. അതീവ സുന്ദരമായിട്ടുള്ള വസ്ത്രവും അതീവ സുന്ദരമായിട്ടുള്ള ആഭരണങ്ങളും ഒക്കെ ധരിച്ച് പരിചാരകരായിട്ട് ഒരുപാട് അപ്സരസ്സുകൾ ഉള്ളതായിട്ട് കാണപ്പെട്ടു. അന്നേരം ഇവിടെ പറയുന്നു, അപ്പോൾ കർദമ പ്രജാപതിക്ക് ദേവിയോടുള്ള ഇഷ്ടം കൂടുതൽ വർദ്ധിച്ചു. എന്നിട്ട് ദേവിയും പിടിച്ചുകൊണ്ട് ആ വിമാനത്തിലേക്ക് പ്രവേശിക്കാം. തസ്മിന്നലുപ്തമഹിമാ പ്രിയാനുരക്തോ വിദ്യാധരിഭിർ ഉപജീർണവപുർവിമാനേ ബഭ്രജാകചാകുമദ്ഗണവാനപീച്യസ് താരഭീരാവൃദൈവോടപതിർനഭാസ്ഥ. ഇവിടെ പറയുന്നത് എന്താണെന്നറിയാം? പുറമേ നോക്കുമ്പോൾ കർദമ പ്രജാപതി ഭാര്യയോട് വളരെയധികം ആസക്തനായിട്ട് കാണപ്പെട്ടു. ഒരുപാട് ഗാന്ധാർവിക, അതായത് അപ്സരസ്സുകൾ അവരുടെ പരിചരണത്തിൽ ഇരുന്നപ്പോൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ ബോധവും നഷ്ടപ്പെട്ടു എന്ന് തോന്നി. പക്ഷേ ഇവിടെ ശുകദേവ് ഗോസ്വാമി പറയുന്നു, അദ്ദേഹം ജിതേന്ദ്രിയനായിരുന്നു. ഇത്രയും സ്ത്രീകളുടെ ഇടയിൽ ഇരുന്നിട്ടും, അദ്ദേഹത്തിൻ്റെ അതീവ സുന്ദരിയായിട്ടുള്ള ദേവി ഭാര്യ മുന്നിൽ ഇരുന്നിട്ടും അദ്ദേഹത്തിൻ്റെ ബോധം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിട്ടില്ല. ഇതുമല്ലേ കർദമ പ്രജാപതിക്ക് ജയ. ഇത് എടുത്തു പറയണമെങ്കിൽ എന്തായിരിക്കും? അന്നേരം ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ആരും കാണുന്നില്ല, കേൾക്കുന്നില്ലെന്ന് വിചാരിക്കുന്നു. പക്ഷേ എല്ലാ ദേവന്മാരും ഭഗവാനും എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്നേരം ഇവിടെ ഇത് എടുത്തു പറയുന്നതിൻ്റെ ആവശ്യം എന്താണ്, അല്ലേ? അന്നേരം
ഇദ്ദേഹത്തിൻ്റെ ഭാര്യയോടൊത്തിരിക്കുമ്പോഴും സ്ത്രീകളുടെ സ്ത്രീകളെല്ലാം പരിചരിക്കുന്നതിൻ്റെ ഇടയിൽ ഇരുന്നിട്ടും കർദമ പ്രജാപതിയുടെ ബോധം മങ്ങിയിട്ടില്ലെന്നാണ് പറയുന്നത്. അന്നേരം ആ വിമാനത്തിൽ കർദമ പ്രജാപതി അദ്ദേഹത്തിൻ്റെ ഭാര്യ ദേവഹൂതി ദേവിയായിട്ട് ചന്ദ്രൻ നക്ഷത്രങ്ങളുടെ ഇടയിൽ തിളങ്ങി നിൽക്കുന്നത് പോലെ നിൽക്കുകയായിരുന്നു പറഞ്ഞു. തേനഷ്ടാലോകപവിഹര കുലചലേന്ദ്ര രോണിഷ്വനംഗസകമാരുത സോഭഗാസു സിദ്ധേന്യുതോ ദ്യുധുനീ പാദശിവാസ്വനസ്സു രേമീച്ചിരം ദണ്ഡവല്ലലാണവരൂഥി. അപ്പോൾ സുമേരു പർവ്വതത്തിന് ചുറ്റുമുള്ള പല പല വിഹാര കേന്ദ്രങ്ങളിൽ ഗന്ധർവന്മാരും അപ്സരസ്സുകളും സ്ഥിരം ദേവന്മാരെല്ലാം വിഹരിക്കുന്ന ആ ഒരു പല പല സ്ഥലങ്ങളിലേക്ക് പോയി. അതിമനോഹരമായിട്ടുള്ള കാറ്റ് വീശുന്നു, ഒരുപാട് പൂക്കളുണ്ട്. എല്ലാവരുടെയും ആ ഒരു ഉള്ളിലെ ആ ഒരു കാമുക ബന്ധത്തെ ഉദ്വേഗിപ്പിക്കുന്ന ആ ഒരു ആഗ്രഹത്തെ ഉദ്വേഗിപ്പിക്കുന്ന രീതിയിലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കുബേരൻ്റെ ദേവന്മാരുടെ ഖജനാവ് കൈകാര്യം ചെയ്യുന്ന കുബേരൻ്റെ ആ സ്ഥലത്ത് അതിന് ചുറ്റും ഒരുപാട് വിഹാര കേന്ദ്രങ്ങളുണ്ട്. അതീവ സുന്ദരികളായിട്ടുള്ള സ്ത്രീകളൊക്കെ സ്ഥിരം വിഹരിക്കുന്ന അവിടെയൊക്കെ സിദ്ധന്മാർ, അവിടെയൊക്കെ ദേവഹൂതി ദേവിയായിട്ട് കർദമ പ്രജാപതി പോയി. വർഷങ്ങളോളം കർദമ പ്രജാപതിയും ദേവഹൂതി ദേവിയും ഈ സുന്ദരികളായിട്ടുള്ള തരുണികളും അവരുടെ പരിചരണത്തിൽ കർദമ പ്രജാപതി കഴിയുകയാണ്. വൈശ്രംഭക സുരസനേ നന്ദനേ പുഷ്പകഭദ്രകേ മാനസേ ചൈത്രരഥ്യേ ച സരേമേ രാമയാരഥ. അന്നേരം ദേവഹൂതി ദേവിയായിട്ട് അദ്ദേഹം വിമാനത്തിൽ സുമേരു പർവ്വതത്തിന് ചുറ്റുമുള്ള വിഹാര കേന്ദ്രങ്ങൾ മാത്രമല്ല പല പല ഉദ്യാനങ്ങളും, വൈശ്രംഭകം, ഇതൊക്കെ ദേവലോകത്തുള്ള ഓരോരോ നമ്മുടെ ഭൗമതലത്തിനപ്പുറത്തായിട്ടുള്ള ദേവലോകത്തിൻ്റെ ആ തലത്തിലേക്ക് ദേവന്മാർക്ക് മാത്രം പ്രവേശിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. അന്നേരം വൈശ്രംഭകം, സുരസനം, നന്ദനം, പുഷ്പഭദ്രകം, ചൈത്രരഥ്യ, മാനസ സരോവര തടാകം, ഇതൊക്കെ അവിടെയൊക്കെ പ്രവേശിച്ചു. ഇതേ പേരുകളിൽ നമ്മുടെ ഭൂമിയിലെ സ്ഥലങ്ങൾ കാണും, പക്ഷെ അതിൻ്റെ ചെറിയൊരു അംശം മാത്രമാണ്. മാനസ സരോവരം കൈലാസത്തിൻ്റെ അടുത്തുമുണ്ട്. പക്ഷേ നമ്മൾക്ക് ആ യഥാർത്ഥ അതിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. ബ്രാജിഷ്ണുനാ വിമാനേന കാമഗേന മഹീയസ വൈമാനികാൻ അത്യശേത ചരൺലോകയതാനില. പല പല ഗ്രഹങ്ങളിലും അദ്ദേഹം സന്ദർശിച്ചു. എങ്ങനെയാണോ വായു എല്ലാ ദിശകളിലും പറന്നു നടക്കുന്ന അതേപോലെ ഇദ്ദേഹം വിമാനത്തിൽ എല്ലാ സ്ഥലങ്ങളിലും പോയി. അതിവിശാലമായിട്ടുള്ള ആ വിമാനത്തിൽ, ഈ വിമാനത്തിന് ഓടിക്കാൻ ആരും വേണ്ട, ഇവരുടെ ആഗ്രഹപ്രകാരം ഇങ്ങനെ പറന്ന് നടക്കും. ദേവന്മാരെ പോലും മറികടന്നു അദ്ദേഹം. അത്രയ്ക്ക് സമൃദ്ധിയിലായിരുന്നു കർദമ പ്രജാപതി പോകുന്നത്. കിം ദുരാപാദനം തേഷാം പുംസാം മുധാമചേതസാം യേരാശ്രിതസ്ഥീർത്ഥപദശ്ചരണോ വ്യസനാത്യയ. അന്നേരം ഇവിടെ പറയുന്നു ആരാണോ, അന്നേരം ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് ഇദ്ദേഹത്തിന് ഇത്രയും സിദ്ധികൾ എങ്ങനെ കിട്ടിയെന്ന് ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ചിന്തിക്കും. അന്നേരം ഇവിടെ എന്താ പറയുന്നതെന്നറിയാം, ഭഗവാന്റെ തൃപ്പാദത്തെ മുറുകെ പിടിച്ച വ്യക്തികൾക്ക് ഈ ലോകത്തിൽ എന്താണ് അസാധ്യമായിട്ടുള്ളത്. ഇവിടെ പറയുന്നു സാക്ഷാൽ ഈ ലോകത്തെ മുഴുവൻ പവിത്രീകരിക്കുന്ന ഗംഗാനദി വരുന്ന അദ്ദേഹത്തിന്റെ തൃപ്പാദത്തിൽ നിന്നാണ്. ആ ഗംഗാജലത്തിലൊന്ന് കുളിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ വരുന്ന എല്ലാ ആപത്തുകളിൽ നിന്നും ഒരു വ്യക്തിക്ക് രക്ഷപ്പെടാൻ കഴിയും. കിം ദുരപാദനം, എന്താണ് അസാധ്യമായിട്ടുള്ള, തേഷാം, ആരാണോ, പുംസാം, ഏത് മനുഷ്യനാണോ, ഉദാമചേതസാം, ഉറച്ച തീരുമാനത്തോടെ, ആശ്രിത തീർത്ഥപാദേസ്, ഭഗവാന്റെ പാദത്തെ പറയുന്ന തീർത്ഥപാദം, എല്ലാ തീർത്ഥങ്ങളുടെ ഉദ്ഭവം എവിടെ നിന്നാണ്? ഭഗവാന്റെ തൃപ്പാദം അല്ലെ. ആശ്രിത തീർത്ഥപാദേസ് ചരണോ വ്യസനാധയ, എല്ലാ വ്യസനങ്ങളിൽ നിന്നും മുക്തനാകും. ആര്?
ഏർ ആശ്രിത തീർത്ഥപാദസ്, എല്ലാ തീർത്ഥങ്ങളുടെ ഉദ്ഭവമായ തീർത്ഥപാദ് ഭഗവാന്റെ തൃപ്പാദം അല്ലേ. അപ്പോൾ ആ എല്ലാ തീർത്ഥങ്ങളും വരുന്നത് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ നിന്ന്. ആ പാദത്തെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് എന്ത്, അതായത് ഭഗവാന്റെ തൃപ്പാദത്തെ കഴുകിയ ജലമായ ഗംഗാജലത്തിൽ ഒന്ന് കുളിച്ചാൽ തന്നെ എല്ലാ ആപത്തുകളും പാപകർമ്മങ്ങളും ദുരിതങ്ങളും എല്ലാം തീരും. അങ്ങനെ ഇരിക്കെ ആ പാദത്തെ തന്നെ, പാദം കഴുകിയ ജലത്തിന് ഇത്രയും മഹത്വമാണെങ്കിൽ ആ പാദത്തിൻ്റെ മഹത്വം എന്തായിരിക്കും? അതായത് ദേവന്മാരെ നമ്മൾ ചിലപ്പോൾ അത്ഭുതപ്പെടും, ഒരു ഋഷിക്ക് ദേവന്മാരെ പോലും മറികടക്കാൻ പറ്റുന്ന ഇത്രയും പവർ എങ്ങനെ കിട്ടി? അന്നേരം അതിൽ വലിയ അത്ഭുതമില്ല എന്നാണ് ശുകദേവ് ഗോസ്വാമി പറയുന്നത്. എന്താണ് കാരണം? ആരാണോ ഭഗവാന്റെ തൃപ്പാദത്തെ മുറുകെ പിടിച്ചിരിക്കുന്നത് അവർക്ക് അസാധ്യമായിട്ട് എന്താണ്? അന്നേരം എന്താണ് പാദത്തെ മുറുകെ പിടിക്കുക എന്നതിൻ്റെ അർത്ഥം എന്താണ്? അത് അക്ഷരാർത്ഥത്തിലും അങ്ങനെയുണ്ട്, അതേ സമയത്ത് വേറൊരു അർത്ഥം എന്ന് പറഞ്ഞാൽ, ആന്തരിക അർത്ഥം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ നിർദ്ദേശങ്ങളെ മുറുകെ പാലിക്കുന്നു. ഭഗവാൻ അല്ലാതെ വേറൊരു ചിന്തയോ ആഗ്രഹങ്ങളോ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നില്ല. അതിനെയാണ് ഭഗവാന്റെ തൃപ്പാദത്തെ മുറുകെ പിടിക്കുക എന്ന് പറയും, പാദാശ്രയം. ഭഗവാന്റെ തൃപ്പാദാശ്രയം എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്? ഭഗവാനെക്കുറിച്ചുള്ള ചിന്തകൾ, ഭഗവാനെക്കുറിച്ചുള്ള ആഗ്രഹങ്ങൾ, ഭഗവാന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നു, ഭഗവാനെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നു. അങ്ങനെ അതാണ് ഭഗവാന്റെ തൃപ്പാദത്തെ ആശ്രയിക്കാൻ പറയുന്നത്. അപ്പോൾ ഇവിടെ കർദമ പ്രജാപതി ഭൗതിക ലോകത്തിൽ സുഖലോലുപനായിട്ടിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും, പക്ഷെ അങ്ങനെയല്ല. ഇതെല്ലാം ഭഗവാന് വേണ്ടിയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഭഗവാന് വേണ്ടി ചെയ്യാൻ എന്തും ചെയ്യും, ഭഗവാന് വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹം ഒന്നും ചെയ്യത്തില്ല. അത് മുന്നോട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം പൊതുവേ ഒരു ഇത്രയും സമ്പദ് സമൃദ്ധിയിൽ ഇരിക്കുന്ന വ്യക്തിക്ക് അത് വിട്ടുവരാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും പറ്റത്തില്ല. ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വലിയ കോടീശ്വരനായിട്ടുള്ളൊരു വ്യക്തി പെട്ടെന്ന് എല്ലാം ഉപേക്ഷിച്ച് ഒന്നുമില്ലാതെ ഭഗവാനെ ആശ്രയിച്ച് വളരെ ലളിതമായിട്ടുള്ള ജീവിതം നയിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല, ഭയങ്കര ടഫാണ്. എന്തിനേറെ പറയുന്ന ഒരു ചെറിയൊരു വീട് ഉപേക്ഷിക്കാൻ പോലും ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിരിക്കും. വീടും കുടുംബവും ഉപേക്ഷിച്ച് ഭഗവാനെ ആശ്രയിച്ച് ജീവിക്കാൻ തന്നെ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒന്ന് കർദമ പ്രജാപതി ഇത്രയും സമ്പദ് സമൃദ്ധി ഐശ്വര്യത്തിൽ ജീവിക്കുന്ന അദ്ദേഹം ഇതെല്ലാം ഒരു നിമിഷം കൊണ്ടാണ് ഉപേക്ഷിക്കുന്നത്. പ്രേക്ഷയിത്വാ ഭുവോഘോലം പത്നേയാവൻ സ്വസംസ്ഥയാ ഭവാശ്ചര്യം മഹായോഗി സ്വശ്രമയാ നിവർത്തത. അപ്പോൾ ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ പല പല സ്ഥലങ്ങളും ദേവതി ദേവിക്ക് കാണിച്ചു കൊടുത്തു. ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞ സ്ഥലങ്ങൾ. ആ മഹായോഗിയായിട്ടുള്ള കർദമ പ്രജാപതി അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലേക്ക് തിരിച്ചെത്തി. ഹരേ കൃഷ്ണ. അദ്ദേഹത്തിന് വേണമെങ്കിൽ എവിടെയെങ്കിലൊക്കെ താമസിക്കാൻ, വിമാനത്തിൽ തന്നെ കഴിയാൻ തിരിച്ചെത്തി. വിഭജ്യാനവധാത്മാനം മാനവീം സുരതോത്സുഖം രാമം നിരമ്യൻ വർഷപുഗൻ മുഹൂർത്തവത്. ആശ്രമത്തിൽ തിരിച്ചെത്തിയിട്ട് അദ്ദേഹം 9 രൂപങ്ങളെടുത്തു എന്ന് പറയുന്നു ദേവഹൂതി ദേവിയെ സന്തോഷിപ്പിക്കാനായിട്ട്. അപ്പോഴത്തേക്കും ദേവഹൂതി ദേവി ആ ഒരു ഗർഭാധാന സംസ്കാരത്തിന് വേണ്ടി വളരെയധികം ഔത്സുഖ്യത്തോടു കൂടിയിരിക്കുകയായിരുന്നു. അങ്ങനെ എത്രയോ വർഷങ്ങൾ അവർ ഒരു നിമിഷം പോലെ സന്തോഷിച്ച് കഴിച്ചുകൂട്ടി എന്ന് പറയുന്നു. തസ്മിൻ വിമാനോത്സ്കൃഷ്ടം ശയ്യാം രതികരീം ശ്രിത നാചബുദ്ധ്യതാ തം കാലം പ്രത്യപിച്ചേന സംഗത. അങ്ങനെ ആ വിമാനത്തിൽ ദേവഹൂതി ദേവി കർദമ പ്രജാപതിയായിട്ട് അതീവ മനോഹരമായിട്ടുള്ള ഒരു മുറിയിൽ അവർ ഗർഭാധാന സംസ്കാരത്തിലേക്ക് ഏർപ്പെട്ടു എന്ന് പറയുന്നു. അവർ ഒരിക്കലും സമയം കഴിയുന്നത് അറിഞ്ഞതേയില്ല. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു പോയി, പക്ഷെ ഒരു നിമിഷം പോലെയാണ് അവർ തോന്നിയത്. ഏവം യോഗാനുഭാവേന ദമ്പത്യോ രമമാനയോ ശതം വിധിയുഷാർധ കാമലാലസ്യോർമനക്. എന്നാൽ ഇവിടെ വെറും ഒരു ശാരീരിക ബന്ധമല്ലായിരുന്നു എന്ന് പറയുന്നു. ശാരീരിക ബന്ധത്തിൻ്റെ തലത്തെ മറികടന്ന് യോഗ ബലത്തിലായിരുന്നു ഇവർ ആ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതെന്ന് പറഞ്ഞു. അപ്പോൾ എത്രയോ യുഗങ്ങൾ കഴിഞ്ഞു പോയെന്ന് പറയുന്നത്, എത്രയോ വർഷങ്ങൾ ഇങ്ങനെ അങ്ങ് കഴിഞ്ഞു പോയി. അതൊന്നും അവർ അറിയുന്നില്ല. അന്നേരം അവരുടെ ആ ഒരു ആധ്യാത്മിക ബലം നോക്കണേ, അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തസ്യാമാദത്തരേതസ്ഥാം ഭാവയൻ ആത്മനാത്മനവേത്
നോദാവിധായ രൂപം സ്വം സർവസങ്കല്പവിദ്വിഭോ. കർദമ പ്രജാപതിക്ക് എല്ലാവരുടെയും ഹൃദയത്തിലിരിക്കുന്ന കാര്യങ്ങൾ അറിയാമായിരുന്നു. അതുകൊണ്ട് അതിനനുസരിച്ച് എല്ലാം പൂർത്തീകരിക്കുകയായിരുന്നു. അങ്ങനെ ദേവിയുടെ ഉള്ളിൽ 9 സന്താനങ്ങളെ നൽകുകയാണ് കർദമ പ്രജാപതി. അതസാ ശുശുഭേ സദ്യോ ദേവഹൂതി സ്ത്രീയ പ്രജാ സർവതശ്ചാരു സർവാംഗ്യോ ലോഹിതോത്പല്ലഗന്ധയ. അതേ ദിവസം തന്നെ, അതായത് 10 മാസം ചോദിക്കേണ്ട അങ്ങനെയൊന്നും ഇല്ല, കാരണം അത്രയ്ക്ക് തപോബലം അവർക്കുണ്ട്. അതുകൊണ്ട് ഗർഭാധാന സംസ്കാരം നടന്ന അതേ ദിവസം തന്നെ ദേവി 9 കുട്ടികൾക്ക് ജന്മം നൽകുകയാണ്. ആ 9 കുട്ടികളും പെൺകുട്ടികൾ അതീവ സുന്ദരികളായിരുന്നു. അവരുടെ ദേഹത്തിൽ നിന്നെല്ലാം ചുവന്ന താമരയുടെ സുഗന്ധം ഇങ്ങനെ വരികയാണ്. പതിം സ പ്രവ്രജഷ്യന്തം തദാ ലക്ഷ്യോഷധീഭി സ്മയമാന വിക്ലവേന ഹൃദയേന വിദ്യുധ. അപ്പോൾ ഈ 9 കുട്ടികൾക്കും ജന്മം നൽകി ഉടൻ തന്നെ കർദമ പ്രജാപതി അവിടുന്ന് പോവുകയാണ്. നമ്മൾ വിചാരിക്കും എന്ത് ഉത്തരവാദിത്വം ഇല്ലാത്ത ഭർത്താവാണ് ഇവരെ. അവരൊക്കെ വലുതായി, അവരവരുടെ കാര്യം നോക്കാൻ പ്രാപ്തരായി, അവർ വിവാഹപ്രായമായി, അവരുടെ വിവാഹം ഇനി നടത്തി കൊടുക്കും. അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ജീവിതം എങ്ങനെയാണ് നോക്കണേ അല്ലേ? കുഞ്ഞായി, പിന്നെ വലുതായി, കാര്യപ്രാപ്തിയിലേക്ക് എത്തുമ്പോൾ തന്നെ ഒരു 30 വയസ്സ് പോകും. കുറച്ചെങ്കിലും ബോധം തെളിയണമെങ്കിൽ ഒരു 30 കഴിയണം. അപ്പോഴേക്ക് ഈ 30 വർഷം വെറുതെ ആയല്ലോ എന്ന് ചിന്തിക്കും. പിന്നെ 30 മുതൽ 50 വരെ ഒരു ഓട്ടമാണ് അല്ലേ? കഷ്ടപ്പാടും ദുരിതങ്ങൾ നിറഞ്ഞ ഒരു 20 വർഷങ്ങൾ. 50 കഴിയുമ്പോഴത്തേക്ക് ഓട്ടം കഴിഞ്ഞ് സമാധാനമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുമ്പോൾ എന്ത് പറ്റും? അടുത്ത പ്രശ്നങ്ങൾ, ശാരീരിക അസ്വസ്ഥതകൾ, മക്കളിൽ നിന്നുള്ള ടെൻഷൻ, അതൊക്കെ അതെല്ലാം ഒന്ന് ഒതുക്കി 70 വയസ്സാകുമ്പോഴത്തേക്ക് നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും അല്ലേ? ഇവിടെ അങ്ങനെയൊന്നുമില്ല. അന്നേരം നമുക്ക് ലഭിക്കുന്ന 24 മണിക്കൂർ നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നോ അതിനനുസരിച്ച് ഇനി മുന്നോട്ടുള്ള ഓരോ 24 മണിക്കൂറും നമുക്ക് ലഭിക്കും. മനസ്സിലായില്ലേ? നമ്മൾ 24 മണിക്കൂറിൽ ഭഗവാന്റെ തിരുനാമം ജപിക്കാനൊക്കെ സമയം കണ്ടെത്തുകയാണെങ്കിൽ ഭഗവാന്റെ സേവനം ചെയ്യാൻ ഇനിയും അവസരങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ സമയമില്ല, ജപിക്കാൻ സമയമില്ല, സേവനം ചെയ്യാൻ സമയമില്ല, ഭഗവാനെ കാണാൻ തീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ സമയമില്ല എന്ന് പറയും. എന്തുകൊണ്ട് സമയമില്ല? കാരണം സമയം നമ്മൾ ഭഗവാൻ വേണ്ടി ഉപയോഗിക്കുന്നില്ല. നമ്മൾ എത്രത്തോളം സമയം ഭഗവാൻ വേണ്ടി ഉപയോഗിക്കുന്നു അത്രത്തോളം ഭഗവാൻ സമയം ഇനിയും തരും അതിനു വേണ്ടി. അപ്പോൾ ഇവിടെ അതായത് നമ്മുടെ മനസ്സിൻ്റെ ചിന്തകൾക്കനുസരിച്ചാണ്. ഉദാഹരണത്തിന് ഒരു സിനിമാ നടനെ സംബന്ധിച്ചിടത്തോളം സിനിമയാണ് ലോകം, ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സാണ് ലോകം അല്ലേ? കുടുംബം എന്ന് മാത്രം ചിന്തിച്ചിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ കുടുംബമാണ് ഒരു ലോകം. അന്നേരം എല്ലാം അവരുടെ ചിന്താഗതി അനുസരിച്ചിരിക്കും. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഭഗവാനാണ് എല്ലാമെങ്കിൽ ഭഗവത് സംബന്ധമായിട്ടുള്ളൊരു ജീവിതമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, ലളിതമായിട്ടുള്ള ജീവിതവും ഉയർന്ന ചിന്താഗതിയും ആണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, ആ രീതിയിലുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ശക്തമാണെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ സാഹചര്യം മാറും. ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും, കാരണം ഇത്രയും കാലമായിട്ട് നമ്മൾ ചെയ്യാത്ത കാര്യമാണല്ലോ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് അല്ലേ? അപ്പോൾ പിന്നെ തുടക്കത്തിൽ കുറേ എതിർപ്പുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും, പക്ഷെ ക്രമേണ എല്ലാം ശരിയാവും. കാരണം നമ്മുടെ ഉള്ളിൽ ആഗ്രഹമുണ്ടെങ്കിൽ. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ കർദമ പ്രജാപതി പോവുകയാണേ. ഇത്രയും യോഗബലവും തപോബലവും ഉണ്ട്, കർദമ പ്രജാപതിക്ക് വേണമെങ്കിൽ അവിടെ തന്നെ കഴിയാം. പക്ഷേ കർദമ പ്രജാപതി പോവുകയാണ്. അപ്പോൾ കർദമ പ്രജാപതി വീട് ഉപേക്ഷിച്ചിട്ട് പോവുകയാണെന്ന് കണ്ടപ്പോൾ പുറമേ ദേവഹൂതി ദേവി ചിരിച്ചെങ്കിലും ഉള്ളിൽ ഒരുപാട് ദുഃഖം തോന്നി ദേവിക്ക്. ലിഖന്തി അധോമുഖി ഭൂമിം പദനഖാ മണിശ്രിയ
ഉവാച ലളിതാം വാചം നിരുദ്ധ്യാശ്രൂകലം ശനൈ. ദേവി എഴുന്നേറ്റ് ഉടൻ തന്നെ, എന്നിട്ട് ഈ കാലിൽ നഖം വെച്ച് ഇങ്ങനെ തറയിങ്ങനെ മാന്തിക്കൊണ്ടിരിക്കുകയാണ്. അത് സ്ത്രീജനങ്ങളുടെ ഒരു സ്വഭാവമാണ്. അതായത് ഒരു എന്തെങ്കിലും വിഷമോ എന്തെങ്കിലും ഒരു പരിഭവം ഉണ്ടെങ്കിൽ ഇങ്ങനെ, അതാണ് പൊതുവെ ഒരു രീതി. ഇന്നത്തെ സ്ത്രീകൾ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. ആരും കുറ്റം പറയുന്നതല്ല കേട്ടോ. അങ്ങനെ പൊതുവെ ഒരു 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 നേച്ചറാണിത്. ഇങ്ങനെ ഒരു ഒരു നാണമൊക്കെ ഉള്ള അതെങ്ങനെ ഭർത്താവിനോട് പറയാം എന്നൊരു വിഷമത്തിൽ, ഭർത്താവ് പോകുന്നതിൻ്റെ ആ വിഷമത്തിൽ, അപ്പോൾ കാല് വെച്ച് ഇങ്ങനെ തറയിൽ ഇങ്ങനെ ചവിട്ടിക്കൊണ്ടിരിക്കുക, ഇങ്ങനെ ഉരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് പോലും ദേവിയുടെ തൃപ്പാദത്തിൽ നഖം ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ് പറഞ്ഞു. എന്നിട്ട് തല ഇങ്ങനെ കുനിച്ചുകൊണ്ട് കാല് വെച്ച് ഇങ്ങനെ എന്തൊക്കെയോ വരച്ചുകൊണ്ടിരിക്കുന്നു. കാല് വെച്ച് വളരെ മൃദുവായ സ്വരത്തിൽ, വളരെ ആകർഷിപ്പിക്കുന്ന രീതിയിൽ ദേവി ഉള്ളിലെ വിഷമമൊക്കെ ഉള്ളിലൊതുക്കി, കണ്ണീര് വരാതെ ദേവി ആ വിഷമത്തേക്ക് ഒതുക്കിയിട്ട് ദേവഹൂതി ദേവി പറയുകയാണ്, സർവം തദ്ഭഗവാൻ മഹ്യം ഉപവോഹ പ്രതിശ്രുതം അഥാപി മേ പ്രപന്യ അഭയം ദാതുമർഹസി. അപ്പം ദേവഹൂതി ദേവി പറയാണ്, സ്വാമി, അവിടുന്ന് എൻ്റെ എല്ലാ ആഗ്രഹങ്ങളെയും പൂർത്തീകരിച്ചു. എന്നാലും ഞാൻ അങ്ങയെ ആശ്രയിച്ചിരിക്കുകയാണ്. എനിക്കിപ്പോഴും ഒരു ഭയം തോന്നുന്നു. എൻ്റെ ഭയം മാറിയിട്ടില്ല. അങ്ങില്ലാതെ ഞാൻ എങ്ങനെ ഇരിക്കും? ബ്രഹ്മം ദുഹിതൃഭ്യസ്തുഭ്യം വിമ്രഘ്യാപതയ സമ കശ്ചിത് സ്യാത് മേ വിശോകയാ ത്വയി പ്രവ്രജദേവനം. പ്രിയ ബ്രാഹ്മണ ശ്രേഷ്ഠ, മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഭർത്താക്കന്മാരെ അവർ തന്നെ തിരഞ്ഞെടുക്കും. അവരെല്ലാം അവരവരുടെ വീടുകളിലേക്ക് പോകും. പക്ഷേ എന്നെ ആശ്വസിപ്പിക്കാൻ ആരുണ്ട്? അങ്ങ് എല്ലാം ഉപേക്ഷിച്ചിട്ട് സന്യാസധർമ്മം സ്വീകരിച്ച് പോവുകയാണല്ലോ. ഇനി എന്നെ നോക്കാൻ ആരുണ്ട് എന്ന് ചോദിക്കാം. ഏതവതാലം കാലേന വ്യതിക്രാന്തേന മേ പ്രഭു ഇന്ദ്രിയാത്ത പ്രസംഗേന പരിത്യക്ത പരാത്മന. ഇത്രയും നാളും ഞാൻ ഇന്ദ്രിയാസ്വാദനത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു. അങ്ങയിൽ നിന്നും ആ ഭഗവാനെക്കുറിച്ചുള്ള അതീന്ദ്രിയ അറിവുകളൊന്നും എനിക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. ഇന്ദ്രിയാർത്ഥേഷു സജന്ത്യാ പ്രസംഗസ്ത്വയി മേ കൃത അജാനന്ത്യാ പരം ഭാവം തഥാപി അസ്ത അഭയാമേ. അങ്ങയുടെ യഥാർത്ഥ അതീന്ദ്രിയ അവസ്ഥയെ ഞാൻ മനസ്സിലാക്കിയില്ല. ഞാൻ അങ്ങേ എൻ്റെ ഇന്ദ്രിയ ആസ്വാദനത്തിൻ്റെ വിഷയമായിട്ട് മാത്രമേ കണ്ടുള്ളൂ. പക്ഷെ എന്നാലും അങ്ങയുടെ ഈ ഉയർന്ന അവബോധത്തിലിരിക്കുന്ന അങ്ങയോട് എനിക്ക് ആസക്തി ഉണ്ടായതുകൊണ്ട് ആ ആസക്തി കൊണ്ട് ഞാൻ എൻ്റെ ഭയമെല്ലാം മാറട്ടെ. സംഗോയ സംസ്മൃതേഹേതു അസത്സു വിഹിതോ ധിയ സ ഏവ സാധുഷു കൃതോ നിസംഗത്വയാ കൽപ്പതേ. ഇവിടെ ഇന്ദ്രിയ ആസ്വാദനത്തിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ അതെപ്പോഴും ബന്ധനത്തിന് കാരണമാണ്. ബന്ധനം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ അതിൽ നിന്നും പുറത്തു വരാൻ കഴിയും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ മനസ്സിൽ ഇങ്ങനെ ആയേ പറ്റൂ എന്ന് ഉറച്ചങ്ങ് ഇരിക്കുകയാണെങ്കിൽ പിന്നെ അങ്ങനെ ആയേ പറ്റൂ, അതില്ലെങ്കിൽ പിന്നെ പറ്റത്തില്ല. അങ്ങനെ ഒരു അവസ്ഥ, അതിനെയാണ് ബന്ധനം എന്ന് പറയുന്നത്. എന്നിട്ട് ഇവിടെ പറയുന്നു, ഇന്ദ്രിയ ആസ്വാദനവുമായിട്ടുള്ള സമ്പർക്കം നമ്മളെ ബന്ധനത്തിന് കാരണമാക്കുന്നു. പക്ഷെ അങ്ങേപോലുള്ള സാധുജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം മോക്ഷപ്രാപ്തിയിലേക്ക് നമ്മളെ എത്തിക്കുന്നു. അത് അങ്ങയുടെ മഹത്വം അറിയാതെ ആണ് അങ്ങേയായിട്ടൊരു സമ്പർക്കം ഞാൻ പുലർത്തിയെങ്കിലും എന്നെ മോക്ഷത്തിലേക്ക് എത്തിക്കും എന്ന് ദേവഹൂതി ദേവി പറയുന്നു. നിഹായത് കർമ്മധർമായ ന വിരാഗായ കൽപ്പതേ ന തീർത്ഥപാദ സേവായേ ജീവൻ അഭിമതോ ഹിസ. അപ്പോൾ ഇവിടെ പറയുന്നു, നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും നമ്മളെ വിരക്തിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയായിരിക്കണം. നമ്മുടെ ധർമ്മം
നമ്മുടെ ധാർമ്മിക പ്രവൃത്തികളെല്ലാം വിരക്തിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയായിരിക്കണം. ആ വിരക്തി ഭഗവത് ഭക്തിയിലേക്ക് എത്തിക്കാൻ വേണ്ടി. എത്ര മനോഹരമാണ് നോക്കണേ. അങ്ങനെ എത്താത്ത വ്യക്തികൾ മരിച്ചതിന് തുല്യമാണെന്ന്. ശ്വാസം എടുക്കുന്ന ദേവഹൂതി മയ്യാക്കി ജയ. അന്നേരം ഒന്ന് ആലോചിച്ച് നോക്കണേ. ജീവിതത്തിൻ്റെ ലക്ഷ്യം ആധ്യാത്മിക പുരോഗതിയാണ്. എല്ലാ തരത്തിലുള്ള പ്രവൃത്തികളും ധാർമ്മിക പ്രവൃത്തികളും എന്തിനു വേണ്ടിയായിരിക്കണം? വിരക്തിയെ ഉണർത്താൻ വേണ്ടിയായിരിക്കണം. ആ വിരക്തിയിലൂടെ ഭഗവത് ഭക്തിയിലേക്ക് എത്തണം. അപ്പോൾ ആ വിരക്തി ഭഗവത് ഭക്തിയിലേക്ക് എത്തിയില്ലെങ്കിൽ എന്തായിരിക്കും? അതും വെറുതെയാണ്. അപ്പോൾ നമ്മുടെ പ്രവൃത്തി എന്തിലേക്ക് വേണ്ടിയായിരിക്കണം? വിരക്തിയിലേക്ക് എത്തിക്കാൻ വേണ്ടി. പ്രവൃത്തി, വിരക്തി, ഭക്തി, അങ്ങനെയായിരിക്കണം. നമ്മുടെ എല്ലാ പ്രവൃത്തികളും നമ്മളെ വിരക്തിയിലേക്ക് എത്തിക്കണം. വിരക്തിയിലൂടെ നമ്മൾ ഭഗവത് ഭക്തിയിലേക്ക് എത്തണം. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതം വെറുതെ ജീവച്ഛവമായിട്ട് ജീവിക്കുകയാണ്. മരിച്ചതിന് തുല്യമായിട്ടുള്ള ജീവിതമാണ്. വിരക്തിയിലേക്ക് നമ്മൾ എത്തിയില്ല. ഇതൊരു പ്രോഗ്രസീവ് സ്റ്റേജാണ്. ക്രമേണ നമ്മുടെ എല്ലാ പ്രവൃത്തികളും എല്ലാത്തിൽ നിന്നും വിരമിക്കുന്ന അവസ്ഥയിലേക്ക് എത്തണം. അതിനെയാണ് പുരോഗതി എന്ന് പറയുന്നത്. ഒരു പുരോഗതി ഇല്ലാതിരിക്കുമ്പോൾ എങ്ങനെ ഇരിക്കും? ഭയങ്കര ബോറിംഗ് ആയിരിക്കും ലൈഫ് എന്ന് പറയും. വർഷങ്ങൾക്ക് മുമ്പേ ചെയ്ത കാര്യം അതേ കാര്യം തന്നെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരുന്നത് എന്തുവാ? തീറ്റ, കുടി, ഉറക്കം, വീട്, കുടുംബം, ഇത് മാത്രം നോക്കുന്നു. ലോകത്തിൻ്റെ കാര്യത്തിൽ ഒന്നും ഒരു ചിന്തയില്ല. വലിയ വലിയ വർത്തമാനം പറയും. അമേരിക്ക ഇങ്ങനെയാണ്, അങ്ങനെയാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ അടുത്തുള്ള ഒരു സമൂഹത്തിന് വേണ്ടി ഒന്നും പ്രവർത്തിക്കത്തില്ല. അന്നേരം നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണം? വിരക്തിയിലേക്ക് നമ്മൾ എത്തണം. വിരക്തിയിൽ നിന്ന് ഭക്തിയിലേക്ക്, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതം മരിച്ചതിന് തുല്യമാണെന്ന് ഇവിടെ ദേവഹൂതി ദേവി പറയുന്നു. ഇതാരാ പറയുന്നത്? കർദമ പ്രജാപതിയല്ല, ദേവഹൂതി ദേവിയാണ് പറയുന്നത്. ഒരു രാജകുമാരി, ഇത്രയും സമ്പദ് സമൃദ്ധിയിൽ കഴിഞ്ഞ ആ രാജകുമാരിയാണ് ഇവിടെ പറയുന്നത്. സാഹം ഭഗവതോ നൂനം. അതായത് നമുക്ക് ഇന്നത്തെ കാലത്ത് നമ്മൾ എന്തെങ്കിലും നാമം ജപിക്കുകയോ ഭക്തിയിൽ വരുമ്പോൾ നമുക്ക് മറ്റുള്ളവർ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ വിഷമിക്കരുത്. കാരണം ഇന്നത്തെ ആൾക്കാർ അങ്ങനെ ആയതുകൊണ്ടാണ്. പക്ഷേ ഒരു കൾച്ചറുള്ള, സംസ്കാരമുള്ള, വൈദിക സംസ്കാരം അനുസരിച്ച് ജീവിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഇതിൻ്റെ മഹത്വം മനസ്സിലാവും. അതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ആൾക്കാർക്ക് എങ്ങനെയാണ് ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയും, അല്ലേ? ഇപ്പം നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് പഠനത്തിൻ്റെ മഹത്വം മനസ്സിലാവും. പക്ഷേ പഠിക്കാൻ തീരെ താല്പര്യമില്ലാത്ത കുട്ടികളെ അവരോട് നമ്മൾ പഠനത്തെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ല. അതേപോലെയാണ്. സാഹം ഭഗവതോ നൂനം വാഞ്ചിതാമായ ദൃഢം യത്വാം വിമുക്തിദം പ്രാപ്യ നമുക്ഷീ ബന്ധന. ഇവിടെ ദേവഹൂതി ദേവി പറഞ്ഞു, സ്വാമി, ഭഗവാന്റെ മായാദേവി എന്നെ പറ്റിച്ചിരിക്കുന്നു. അങ്ങേപോലെ ഇത്രയും ശ്രേഷ്ഠനായിട്ടുള്ള ഒരു സാധുവിൻ്റെ സാന്നിധ്യം എനിക്ക് ലഭിച്ചിട്ടും മോക്ഷപ്രാപ്തിയിലേക്ക് എന്നെ എത്തിക്കാൻ പറ്റിയ ഒരു മഹാസൗഭാഗ്യമായിരുന്നു എനിക്ക്. പക്ഷേ ഞാൻ അതിന് പകരം ഞാൻ കൂടുതൽ ബന്ധനത്തിലായിപ്പോയിരിക്കുകയാണ് എന്ന് പറയുക. ഹരേ കൃഷ്ണ. അങ്ങനെ 23-ാമത്തെ അധ്യായം കഴിയുകയാണ്. ഇനി നാളെ നമുക്ക് 24-ാമത്തെ അധ്യായം എടുക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു കർദമ പ്രജാപതിയും ദേവിയുടെയും ആ ഒരു ജീവിതം, അല്ലേ? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്നത്തെ ആൾക്കാർ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് കരുതുന്നത് എന്താണ്? സുഖഭോഗങ്ങൾ ആസ്വദിക്കുക എന്നതാണ്. പക്ഷെ ആ സുഖഭോഗങ്ങൾ പോലും അവർക്ക് ശരിയായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. യഥാർത്ഥ ഗൃഹസ്ഥ ജീവിതത്തിൻ്റെ ആ ഒരു ആസ്വാദനം പോലും അവർക്ക് പൂർണ്ണമായിട്ടില്ല. കാരണം തപോബലമില്ല, യോഗബലമില്ല. അവർ ആഗ്രഹിക്കുന്ന പോലെ സുഖം പോലും അവർക്ക് ലഭിക്കുന്നില്ല. അന്നേരം ഒരു ഗൃഹസ്ഥ ജീവിതത്തിൻ്റെ സുഖഭോഗങ്ങൾ ഏറ്റവും പരമോന്നത തലത്തിൽ ആസ്വദിച്ച വ്യക്തികളാണ് കർദമ പ്രജാപതിയും ദേവഹൂതി ദേവിയും. എന്നിട്ടും അവർക്കതിൽ ആസക്തിയില്ലെന്നാണ്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇന്നത്തെ വ്യക്തികൾക്ക് സുഖഭോഗങ്ങൾ പോലും പൂർണ്ണമായിട്ടും ലഭിക്കുന്നില്ല. അതുകൊണ്ടാണ് അവർക്ക് വിടാൻ ബുദ്ധിമുട്ട്. മനസ്സിലാവുന്നുണ്ടോ? അതായത് നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ആ കഴിക്കാനുള്ള ആർത്തി കുറയും, അല്ലേ? അന്നേരം നല്ല ഭക്ഷണം കഴിക്കാൻ കിട്ടുന്നില്ല, അതും വേണ്ടവോളം കിട്ടുന്നുമില്ല. ഇച്ചിരി ചെയ്യുമ്പോൾ ആർത്തിയും ആക്രാന്തവും ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുക. ഇന്നത്തെ ആൾക്കാർ കൂടാനുകൂടി കാശുണ്ടായിട്ടും
അവരുടെ ആഗ്രഹങ്ങളൊന്നും തീരാത്തതും വീടും ആ മായയിൽ നിന്ന് പുറത്തു വരാൻ കഴിയുന്ന എന്തുകൊണ്ടാണെന്ന് വരാൻ കഴിയാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവരുടെ ആസക്തികൾ തീരാത്തതിൻ്റെ കാരണം എന്താണ്? തൃപ്തി വന്നിട്ടില്ല, ആസ്വദിച്ച് തൃപ്തി വന്നിട്ടില്ല. ഭഗവാന്റെ അനുഗ്രഹത്താൽ ലഭിക്കുന്ന ആസ്വാദനം, അതാണ് ധർമ്മ അർത്ഥ കാമ മോക്ഷ. അതായത് ധാർമ്മിക മാർഗത്തിലൂടെ ഭഗവാന്റെ തിരുനാമൊക്കെ ജപിച്ച് 4 യവനിയമങ്ങൾ പാലിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആ ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന ആസ്വാദനം, അർത്ഥ കാമ, അന്നേരം നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെടും. അതിലൂടെ നമുക്ക് തൃപ്തിയും വരും. പക്ഷെ ഇന്നത്തെ ആൾക്കാർ എന്താ ചെയ്യുന്നത്? കാശിലൂടെ മാത്രം ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാൻ നോക്കുകയാണ്. പക്ഷെ തൃപ്തി വരുന്നുണ്ടോ? ഇല്ല. കൂടാനുകൂടി കാശുണ്ട്, ഭക്ഷണം കഴിച്ച് തൃപ്തിയാവുന്നുണ്ടോ? ഇല്ല. എല്ലാ തരത്തിലുള്ള സുഖഭോഗങ്ങൾ ആസ്വദിച്ചിട്ടും തൃപ്തിയാവുന്നു? ഒരിക്കലും തൃപ്തിയാവത്തില്ല. പക്ഷെ അതേ സമയത്ത് ഭഗവത് ഭക്തിയിൽ ഇരുന്ന് കഴിഞ്ഞാലോ മതി മതി, തൃപ്തി, ഇനി വേണ്ട, എല്ലാം അടിപൊളി, നമുക്കൊരു സമാധാനം, സന്തോഷം, സംതൃപ്തി ഉറപ്പാണ്. അതാണ് യഥാർത്ഥ ജീവിതം. ഇത് നിങ്ങൾ നോക്കിക്കോളൂ, കൂടാനുകൂടി കാശ് വേണം. മുഖത്ത് അവരുടെ കണ്ണിൽ നോക്കി ഇപ്പോഴും എന്തൊക്കെയോ ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തൃപ്തിയില്ല. എന്തൊക്കെയായാലും മുഖത്തൊരു സന്തോഷം, സമാധാനം കാണത്തില്ല, ഒരു സംതൃപ്തി കാണത്തില്ല. എന്തുകൊണ്ട്? കിട്ടേണ്ടത് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് കിട്ടാത്തതിന് വേണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഭഗവത് ഭക്തിയിൽ, അതായത് ഭൗതിക ആസ്വാദനമാണെങ്കിൽ പോലും അതുപോലും ലഭിക്കണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ സിമ്പിളായിട്ട് എല്ലാ കാര്യങ്ങളും സിമ്പിളായിട്ട് നടക്കുന്നത്. ഈ ലോകത്ത് ആൾക്കാർ അന്വേഷിക്കുന്ന ആ സുഖഭോഗങ്ങളുണ്ടല്ലോ, ഭഗവാൻ വിചാരിച്ച ഇങ്ങനെ തുച്ഛമായിട്ട് കിട്ടും. ഭഗവാനെ കിട്ടാൻ മാത്രമാണ് ബുദ്ധിമുട്ട്. ഈ ലോകത്ത് വേറെ ഒരു കാര്യവും ഡിഫിക്കൽട്ട് അല്ല. 14 ലോകത്തിൽ നമ്മൾ എന്താഗ്രഹിച്ചാലും നടക്കും. ഇപ്പം നമ്മൾ ആഗ്രഹിക്കുന്നു രാധാറാണിക്കും ഗുരുവായൂരപ്പനും വേണ്ടി ഒരു ക്ഷേത്രം, അത് ടഫാണ്. കാരണം അത് ഭഗവാൻ വേണ്ടി, അതാണ് ടഫ്. ബാക്കി ഈ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും വളരെ സിമ്പിളാണ്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ വെരി സിമ്പിളാണ്. ഭഗവാന്റെ കാര്യത്തിന് മാത്രമേ ഉള്ളൂ ബുദ്ധിമുട്ട്. ബാക്കിയെല്ലാം വളരെ തുച്ഛമായിട്ട്, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയാൽ മാത്രം മതി. ഇനി ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയില്ലെങ്കിലോ വർഷങ്ങളോളം ഒറ്റക്കാലയിൽ നിന്ന് ശ്രമിച്ചാൽ പോലും നടക്കത്തില്ല. കഠിന അധ്വാനം 12-24 മണിക്കൂർ കഷ്ടപ്പെട്ട് ചെയ്താൽ പോലും നടക്കത്തില്ല. പക്ഷെ ഭഗവാൻ, അത് ഞാൻ ഇടയ്ക്ക് ആരോടോ പറയുമായിരുന്നു, നമ്മളൊരു ആനയെ മേടിച്ചു കഴിഞ്ഞാൽ ആനയെ പോറ്റാൻ വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെടും. പക്ഷെ ആഫ്രിക്കൻ ജംഗലിലും കാടുകളിലുള്ള ആനകൾ എങ്ങനെയാണ് ഇരിക്കുന്നത്? നമ്മൾ വളർത്തുന്ന ആന പിന്നെയും മെലിഞ്ഞിരിക്കും, പക്ഷെ കാട്ടിലുള്ള ആനയൊക്കെ നല്ല തടിച്ചു കൊഴുത്താണ് ഇരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഈ സിസ്റ്റം, ഈ ലോകത്തിൻ്റെ വർക്കിംഗ് സ്റ്റൈൽ നമ്മൾ മനസ്സിലാക്കും. ഇതിൻ്റെ പരിപാലനം ചെയ്യുന്നത് ഗുരുവായൂരപ്പനാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം അദ്ദേഹം, നമ്മൾ നമ്മുടേതായിട്ടുള്ള ജീവിതം എന്തൊക്കെയോ വലിയ സംഭവമാണെന്ന് വിചാരിച്ച് കഴിയുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ടാർഗറ്റ്സ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ വളരെ സിമ്പിളായിട്ട് അതൊക്കെ ചെയ്യാൻ പറ്റും. നമ്മൾ ഭഗവാന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. ഭഗവാന് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാതെ സമയമില്ല എന്ന് പറയുമ്പോൾ ഭഗവാനും പറയും നിങ്ങൾക്ക് വേണ്ടി എനിക്കും സമയമില്ല എന്ന് പറയും. അപ്പം ഭഗവാൻ സമയം തരാതിരിക്കുമ്പോൾ എന്ത് പറ്റും? ദൈവാധീനം കുറയും. ദൈവാധീനം കുറയുമ്പോൾ എന്ത് പറ്റും? വ്യാഴഗ്രഹം മങ്ങി നിൽക്കുക. അപ്പോൾ എന്ത് പറ്റും? ബാക്കി ഏത് ഗ്രഹങ്ങൾ ഉച്ചരവസ്ഥയിലോ നീചാവസ്ഥയിലാണെങ്കിൽ പോലും കുഴപ്പമില്ല. വ്യാഴം കറക്റ്റാണെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ നടക്കും. ബാക്കി എല്ലാ ഗ്രഹങ്ങളും അനുകൂലമാണെങ്കിലും വ്യാഴഗ്രഹം, ഗുരുവായൂരപ്പൻ കറക്റ്റായിട്ട് നിന്നില്ലെങ്കിൽ പണി കിട്ടും. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അറിയാലോ, മഹാഭാരതത്തിൽ കൗരവപക്ഷത്തെ എല്ലാവരും ഉണ്ടായിരുന്നു, നാരായണ സേന വരെ ഉണ്ടായിരുന്നു. പക്ഷെ പാണ്ഡവപക്ഷത്ത് എന്തായിരുന്നു? അതായത് കൗരവർക്ക് എല്ലാ ഗ്രഹങ്ങളും അനുകൂലമായിരുന്നു.
പക്ഷെ വ്യാഴഗ്രഹം നേരെ പാണ്ഡവ പക്ഷത്തായിരുന്നു. അപ്പം ഗുരുവായൂരപ്പൻ ഏത് പക്ഷത്താണോ അവിടെ ജയമുള്ളൂ. എത്ര യോഗേശ്വരോ കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീ വിജയോ ഭൂതി ധ്രുവനീതിർ മതിർമം. എവിടെയാണോ ഭഗവാൻ കൃഷ്ണനുള്ളത് അവിടെയാണ് ജയം. സമ്പദ് സമൃദ്ധിയും ഐശ്വര്യവും സത്യം ന്യായം നീതി എല്ലാം അവിടെ തന്നെയായിരിക്കും. ഹരേ കൃഷ്ണ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഭഗവാന്റെ ഒരുപാട് മിറാക്കിൾസ് അനുഭവിക്കാൻ പറ്റി. അത് പറഞ്ഞറിയിക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ വന്നവർക്ക് മാത്രമേ അത് അനുഭവിച്ചറിയാൻ പറ്റൂ. ഒരുപാട് പറയാനാണെങ്കിൽ ഒരുപാട്. രാധാഷ്ടമിയുടെ ഒരു മാസം മുമ്പേ മുതൽ ഇതുവരെയുള്ള ദിവസങ്ങളിൽ എന്തൊക്കെയാണ് അടിയൻ കണ്ടതും കേട്ടതും അനുഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ്റെ ഒരു ലീലാവിലാസങ്ങൾ മാത്രമായിരുന്നു. സത്യം. ഓരോരോ സംഭവങ്ങളിലും ഭഗവാന്റെ കൈകൾ കാണാൻ പറ്റുമായിരുന്നു. ഭഗവാന്റെ ആ ഒരു ഇൻഫ്ലുവൻസ്, ഭഗവാന്റെ ആ ഒരു ഇടപെടലുകൾ, ഭഗവാന്റെ ആ കാരുണ്യം, ഭഗവാന്റെ ആ കെയറിങ്, ഭഗവാന്റെ വാത്സല്യം എല്ലാം അനുഭവിക്കാൻ പറ്റിയ കുറച്ച് ദിവസങ്ങളായിരുന്നു ഈ കഴിഞ്ഞ നാളുകൾ. എന്താ പറയണ്ടേ, ആ കരുണാകരനോട് എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല. നമുക്കാർക്കും ഒരു യോഗ്യതയില്ലാഞ്ഞിട്ടും ഈ ഗോലോകം ഭക്ത കൂട്ടായ്മ ഗുരുവായൂരപ്പൻ ഇങ്ങനെ പിടിച്ചു ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ, പാർത്ഥസാരഥിയെ പോലെ പാണ്ഡവരെ സംരക്ഷിച്ചതുപോലെ ഗുരുവായൂരപ്പൻ പലതും ചെയ്യിപ്പിക്കുന്നു. സർവകലാവല്ലഭനായിട്ട് ഗുരുവായൂരപ്പൻ ഇങ്ങനെ തത്താവദ്ഭാതി സാക്ഷാത് സൂര്യൻ ഉദിച്ചു നിൽക്കുന്നത് പോലെ ഗുരുവായൂരപ്പൻ ആ പരമസത്യം സത്യം പരം ധീമഹി ഇങ്ങനെ ഗോലോകം ഭക്ത കൂട്ടായ്മ ഇങ്ങനെ പിടിച്ചു നിർത്തി കൊണ്ടുപോവുകയാണ്. ഹരേ കൃഷ്ണ. സത്യം പറഞ്ഞ വാക്കുകളില്ല. എങ്ങനെ ഗുരുവായൂരപ്പനോട് നന്ദി പറയണമെന്ന് അടിയൻ അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിന് വേണ്ടി സേവനം ചെയ്യാൻ ഈ അവസരങ്ങളൊക്കെ നൽകുന്നു. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട രാധാറാണിക്ക് വേണ്ടി സേവനം ചെയ്യാനുള്ള അവസരം നൽകുന്നു. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? രാധാറാണിയുടെ തോഴിമാരായിട്ട് നമ്മളെല്ലാവരും സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട രാധാദേവിക്ക് വേണ്ടി ഇത്രയും സേവനങ്ങൾ ചെയ്യാൻ അദ്ദേഹം ഒരു അവസരം നൽകുന്നു. അതിനെക്കുറിച്ച് ചിന്തിക്കാൻ, സേവനം ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും അവസരം നൽകുന്നു, ആഗ്രഹങ്ങൾ നൽകുന്നു. അതുതന്നെ വലിയ കാര്യമാണ്. പിന്നെ അതിന് വരുന്ന തടസ്സങ്ങൾ, നമ്മുടേതായിട്ടുള്ള കർമ്മ പ്രാരാബ്ധങ്ങൾ കൊണ്ടുവരുന്ന തടസ്സങ്ങൾ, അതിനെ പോലും മാറ്റാനുള്ള പരിഹാരങ്ങൾ പറഞ്ഞു തരുന്നു. ഹോൾ ആൻഡ് സോളായിട്ട് വൺ മാൻ, ഒരേ ഒരാളുടെ ലീലാവിലാസങ്ങൾ എല്ലായിടത്തും കാണുകയാണ്. മഹാഭാരത യുദ്ധത്തിൽ എങ്ങനെയാണോ അർജുൻ്റെ അസ്ത്രമായിട്ടും ഭീമൻ്റെ ഗദയായിട്ടും യുധിഷ്ഠിര മഹാരാജാവിൻ്റെ കുന്തമായിട്ടും യുദ്ധനീതിയായിട്ടും ദൃഷ്ടദ്യുമ്നൻ്റെ ഓരോ ബുദ്ധിയായിട്ടും നകുല സഹദേവന്മാരുടെ വാളായിട്ടും പ്രവർത്തിച്ചത്, അതേപോലെ ദ്രൗപദി ദേവിയുടെ ഉറച്ച തീരുമാനവും ആയിട്ടും പ്രവർത്തിച്ചതെല്ലാം ഗുരുവായൂരപ്പൻ്റെ ശക്തിയാണ്, മായാവിലാസമാണ്. ഹരേ കൃഷ്ണ. അത് നേരിട്ട് അനുഭവിക്കാൻ പറ്റിയ കുറച്ച്, അത് എൻ്റെ ജീവിതത്തിൽ ഇത്രയും കാലമായിട്ടും ഭഗവാന്റെ സാന്നിധ്യം ഒരുപാടുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം ഒരുപാടുണ്ട് അടിയൻ്റെ ജീവിതത്തിൽ. അടിയൻ്റെ ജീവിതം ഭഗവാന്റെ കാരുണ്യം മാത്രമാണ്. അത് ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു ഗുരുവായൂരപ്പനോട്. പക്ഷെ പ്രത്യേകിച്ച് ഈ ഒരു കഴിഞ്ഞ രാധാഷ്ടമി ഒന്നും പറയാനില്ല, വാക്കുകളില്ല. സത്യം പറഞ്ഞാൽ ഈ എന്തൊക്കെ എടുത്തെടുത്ത് പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സത്യം ഓരോന്നും പറയണമെന്ന് പറഞ്ഞു, ഓരോരോ ചെറിയ 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 കാര്യങ്ങൾ പോലും അതിലെല്ലാം ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഹരേ കൃഷ്ണ. ഇവിടെ സേവനം ചെയ്യുന്ന ഓരോ ഭക്തരുടെ ഉള്ളിലും ഗുരുവായൂരപ്പൻ പ്രവർത്തിക്കുന്നതായിട്ട് അടിയന് അനുഭവിച്ചറിയാൻ പറ്റുമായിരുന്നു. ഓരോ ഭക്തരുടെ വാക്കുകളിലും പ്രവൃത്തിയിലും അവരുടെ ആത്മാർത്ഥതയിലും എല്ലായിടത്തും ഗുരുവായൂരപ്പനായി. കുക്കിംഗ് ചെയ്യുന്നിടത്ത് ഗുരുവായൂരപ്പൻ, പൂജ ചെയ്യുന്നിടത്ത് ഗുരുവായൂരപ്പൻ,
കീർത്തനം ചെയ്യുന്നിടത്ത് ഗുരുവായൂരപ്പൻ, പൊങ്കാല ഇടുന്നിടത്ത് ഗുരുവായൂർ, രാധാഷ്ടമി പൊങ്കാലയ്ക്ക് ആനയുടെ ഉള്ളിലും ഗുരുവായൂർ, പിന്നെ മദൻ ഗോപാൽജിയായിട്ട് ഗുരുവായൂരപ്പൻ ഉണ്ടല്ലോ അല്ലേ. ഹരേ കൃഷ്ണ. എല്ലാം ഗുരുവായൂരപ്പൻ്റെ കാരണം. ഇനി അടുത്ത സത്സംഗം വൈകുന്നേരത്ത് 7 മണിക്കായിരിക്കും. രാമായണം. ഇന്ന് ശ്രീ ഹരിദാസ് ഠാക്കൂർജിയുടെ തിരോഭാവ ദിനമാണ്. ബ്രഹ്മവിമോഹന ലീലയിൽ ബ്രഹ്മദേവൻ ഭഗവാന്റെ കൂട്ടുകാരെ എല്ലാം അപഹരിച്ചു കൊണ്ടുപോയി. കാരണം ഭഗവാൻ ആരാണെന്ന് ഉണ്ണിക്കണ്ണനായിട്ടിരിക്കുകയാണ്. കുട്ടികളുമായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബ്രഹ്മദേവന് തോന്നി, ഇതാണോ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞൊരു അത്ഭുതം തോന്നി. അന്നേരം ഭഗവാനെ ഒന്ന് പരീക്ഷിക്കാനായിട്ട് കൂട്ടുകാരെയും പശുക്കളെയും എല്ലാം കൊണ്ടുപോയി. അപ്പോൾ 1 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്ന് നോക്കിയപ്പോൾ എല്ലാവരും അതേപോലെ ഇരിക്കുന്നു. അപ്പോൾ ഭഗവാനോട് ക്ഷമയൊക്കെ ചോദിച്ചു. ബ്രഹ്മസ്തുതി, ഭഗവാൻ ഗോലോകം കാണിച്ചു കൊടുക്കുന്നു. അതാണ് ബ്രഹ്മസംഹിതയിൽ ബ്രഹ്മദേവൻ വർണ്ണിക്കുന്നത്. സൃഷ്ടിയുടെ തുടക്കത്തിലും ബ്രഹ്മദേവൻ സ്തുതിച്ചു, പിന്നെ ഈ സമയത്തും. അത് കഴിയുമ്പോൾ ഭഗവാൻ ക്ഷമിച്ചുവെങ്കിലും ബ്രഹ്മദേവന് വല്ലാത്തൊരു കുറ്റബോധം. കാരണം ഇവിടെ പറയുന്നു, ആചാര്യന്മാർ പറയുന്നു, ഭഗവാൻ നേരെ ചൊവ്വെ സംസാരിച്ചില്ലെന്ന്. കാരണം ബ്രഹ്മദേവനോട് കുറച്ച് ദേഷ്യം ഭഗവാന് തോന്നി, ഒരു പിണക്കം തോന്നി. ഭഗവാൻ ആ ലീല ഇഷ്ടപ്പെട്ടുവെങ്കിലും കുറച്ച് പിണക്കം തോന്നി. അതൊരു ആ പിണക്കത്തെ, ഭഗവാന്റെ ഉള്ളിലെ ആ വിഷമത്തെ മാറ്റാൻ വേണ്ടി ബ്രഹ്മദേവൻ കുറേ തപസ് ചെയ്തു. അപ്പം ബ്രഹ്മദേവൻ്റെ ആ ദൃഷ്ടിയിൽ ബ്രഹ്മദേവന് മനസ്സിലായി, ഇനി മുന്നോട്ട് ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവായിട്ട് അവതരിക്കാൻ പോവുകയാണ് എന്ന് മനസ്സിലായി. ഇനി ഭഗവാൻ പോയതിന് ശേഷം ഒരു 4500 വർഷം, 4000 വർഷങ്ങൾക്ക് ശേഷം, 4500ഓളം വർഷങ്ങൾക്ക് ശേഷം ഭഗവാൻ വരുന്നതായിട്ട് ബ്രഹ്മദേവന് മനസ്സിലായി. അപ്പോൾ ആ ഭഗവാൻ നിത്യവും, ഭഗവാന്റെ നിത്യധാമമായ വൃന്ദാവനം പോലെ തന്നെ ഈ പ്രളയത്തിൽ നശിക്കാത്ത ആ മായപ്പൂർ ധാമം, അവിടെ ആ നവദ്വീപിലെ ഭഗവാൻ അവതരിക്കാൻ പോകുന്ന അവിടെ ബ്രഹ്മദേവൻ വന്ന് തപസ് ചെയ്യുകയാണ്, ഗൗരനാമം ജപിച്ചുകൊണ്ട്. ഗൗര ഗൗര ഗൗര, ചൈതന്യ മഹാപ്രഭുവിൻ്റെ വേറൊരു നാമമാണ് ഗൗരാംഗൻ, അതായത് സ്വർണ്ണ നിറമുള്ളവൻ എന്നാണ്. അന്നേരം ഗൗര 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 എന്ന് ഇങ്ങനെ നാമം ജപിച്ചു. അപ്പം ഗുരുവായൂരപ്പൻ ചൈതന്യ ഗൗരാംഗ മഹാപ്രഭുവായിട്ട് തന്നെ ദർശനം നൽകുകയാണ്. അതീവ സുന്ദരമായിട്ടുള്ള രൂപം, സ്വർണ്ണ നിറം, അതീവ സുന്ദരമായിട്ടുള്ള കേശം, ഭഗവാന്റെ ഭഗവാൻ തന്നെ ഭഗവാന്റെ ഭക്തനായിട്ട് വന്ന ആ സുന്ദര രൂപം കാണും. ചൈതന്യ മഹാപ്രഭുവിനെ കാണും. പീതാംബരമൊക്കെ ധരിച്ച്, വനമാലയൊക്കെ ധരിച്ച്, നിറം മാത്രം സ്വർണ്ണ നിറം. അന്നേരം ആ സുന്ദരമായിട്ടുള്ള ഭഗവാന്റെ രൂപത്തെ കണ്ടപ്പോൾ ബ്രഹ്മദേവൻ സ്തംഭിച്ചു പോയി. ഇത്രയും സുന്ദരമായിട്ടുള്ള ഭഗവാന്റെ രൂപം കാണുകയാണ്. അപ്പം ബ്രഹ്മദേവൻ പറഞ്ഞു, ഭഗവാനെ, അടിയനോട് ക്ഷമിക്കണം, അടിയ ഒരുപാട് വലിയ തെറ്റാണ് ചെയ്തത്. ഇനി അങ്ങ് വരുന്നു എന്ന് ഞാൻ അറിഞ്ഞു, അങ്ങയുടെ ലീലയിൽ പങ്കെടുക്കാൻ എനിക്കൊരവസരം തരണമെന്ന്. അപ്പോൾ ചൈതന്യ മഹാപ്രഭു അങ്ങനെ തന്നെ ആകട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ ബ്രഹ്മദേവൻ പറഞ്ഞു, ഭഗവാനെ, പക്ഷേ ഇപ്രാവശ്യം എനിക്ക് ഉയർന്ന പദവികളൊന്നും തരരുത്, ഏറ്റവും താഴ്ന്ന കുലത്തിൽ ഞാൻ ജനിക്കട്ടെ, എന്നിട്ട് എല്ലാവരുടെ അപഹാസ്യ വ്യക്തിയായിട്ട് മാറട്ടെ, ആരും എന്നെ ബഹുമാനിക്കൊന്നും വേണ്ട, കാരണം എങ്കിലേ എൻ്റെ ഉള്ളിലെ അഹങ്കാരം മാറും. ബ്രഹ്മദേവന് അഹങ്കാരമൊന്നുമില്ല, പക്ഷെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ ഒരുപാട് അപേക്ഷിക്കുകയാണ്. അപ്പം ഭഗവാൻ പറഞ്ഞു, നീ ഇനി ഞാൻ അവതരിക്കുമ്പോൾ നീ എൻ്റെ ഭക്തനായ ഹരിദാസായിട്ട് അവതരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ബ്രഹ്മദേവനും പ്രഹ്ലാദ് മഹാരാജിൻ്റെയും തിരുവവതാരമാണ് ഹരിദാസ് ഠാക്കൂർ. അദ്ദേഹം ജനിച്ചത് ഒരു ഇസ്ലാമിക കുടുംബത്തിലാണ്. അന്നേരം ഇസ്ലാമികരെ നമ്മൾ താഴ്ന്ന എന്നല്ല ഉദ്ദേശിക്കുന്നത്. അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അവരുടെ ജീവിത രീതി. ഇപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ വായിച്ചു, നമ്മുടെ വളരെ ഫേമസ് ആയിട്ടുള്ള നടനുണ്ടല്ലോ സൽമാൻ ഖാൻ, അങ്ങേരുടെ അച്ഛൻ വളരെ ഫേമസ് ആയിട്ടുള്ള എഴുത്തുകാരനാണ്. ഈ ഷോലെ പണ്ടത്തെ അതൊക്കെ എഴുതിയത് അദ്ദേഹമാണ്. അദ്ദേഹം പറയുന്നു, നമ്മൾ മുസ്ലിമാണ്, പക്ഷെ നമ്മൾ പശുമാംസം കഴിക്കാറില്ലെന്ന്. സൽമാൻ ഖാൻ, അവരുടെ കുടുംബം ആരും പശുമാംസം കഴിക്കാറില്ല. അദ്ദേഹം പറയുന്നു, മുഹമ്മദ് നബി ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് പശുമാംസം കഴിക്കരുത്.
ഒന്ന് ആലോചിച്ച് നോക്കേ. നമ്മുടെ നാട്ടിലെല്ലാവരും ബീഫ് ഇല്ലാതെ പറ്റത്തില്ല. ഈ ഇടയ്ക്ക് എവിടെയോ ഏതോ ഒരു ബാങ്കിൻ്റെ, കാനറ ബാങ്കിൻ്റെ മാനേജർ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നുകൊണ്ട് ആൾ ക്യാൻറ്റീനിൽ നിന്ന് ബീഫ് ഒഴിവാക്കിപ്പിച്ചു. ഉടൻ തന്നെ ഒരു ബീഫ് ഫെസ്റ്റിവൽ നടത്തി അതിന് പ്രതിരോധിക്കാനായിട്ട്. ഒന്ന് ആലോചിച്ചു നോക്കണം, എത്ര ഉത്സാഹമാണ് നോക്കണേ. പശുവിനെ നിർത്താനായിട്ടൊരു പാർട്ടി, പശു ഹത്യ നിർത്താനായിട്ടൊരു പാർട്ടി, പശു ഹത്യനെ പ്രോത്സാഹിപ്പിക്കാനായിട്ടൊരു പാർട്ടി. പശു എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിയുടെയും സ്വത്തല്ല, എല്ലാവരുടെയാണ്. നമ്മുടെ അമ്മയാണ്. മുഹമ്മദ് നബി പറയുന്നു, അമ്മയുടെ പാലിന് തുല്യമാണ് പശുവിൻ്റെ പാലെന്ന്. അതുകൊണ്ട് നമുക്ക് പശുവിനെ കൊല്ലാൻ പാടില്ലെന്ന് എടുത്തു പറയുന്നുണ്ട്. ഖുറാനിൽ പറയുന്നുണ്ടെന്ന് സൽമാൻ ഖാൻ്റെ അച്ഛൻ സലീം ഖാൻ ആൾ പറയുകയാണ്. ഒന്ന് ആലോചിച്ചു നോക്കണേ. ഇപ്പം മുസ്ലിങ്ങൾ പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാമല്ലോ അല്ലേ? നമ്മൾ സ്വാമിമാർ പറയുമ്പോഴാണല്ലോ ആൾക്ക് വിശ്വാസമില്ലാതെ. അന്നേരം അവരാരും പശുമാംസം കഴിക്കാറില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, അവർ എന്തിൻ്റെ പേരിലാണ് ഇതൊക്കെ നടക്കുന്നത്? ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി? പാവം പശുക്കളെ കൊല്ലുന്ന. ഒന്ന് ആലോചിച്ചു. അപ്പോൾ ഞാൻ ഇത് എന്തിനായിരുന്നു പറഞ്ഞ് ഞാൻ വിട്ടുപോയി. അപ്പോൾ ഹരിദാസ് ഠാക്കൂർ ഒരു ഇസ്ലാമിക കുടുംബത്തിലാണ് ജനിക്കുന്നത്. പക്ഷേ ബ്രഹ്മദേവനാണ്. ഒന്ന് ആലോചിച്ചു. അപ്പോൾ നമ്മൾ കുലത്തെ കുറ്റം പറയുന്നില്ല. ഏത് ക്രിസ്ത്യാനിയാണെങ്കിലും ഹിന്ദു ആണെങ്കിലും ബ്രാഹ്മണനാണെങ്കിലും നായരാണെങ്കിലും ഈഴവനാണെങ്കിലും ഏത് കുലത്തിൽ ജനിച്ച ആൾക്കാരാണെങ്കിലും കുലം ഇമ്പോർട്ടൻ്റ് അല്ല. നമ്മുടെ ജനനം ഓക്കെ, പൂർവ്വജന്മ കർമ്മം അനുസരിച്ച് നമ്മൾ ഇന്ന് ബ്രാഹ്മണനായിട്ട് ജനിക്കുന്നു, നാളെ ചിലപ്പം വേറൊരു മതത്തിലായിരിക്കും ജനിക്കും, ഒന്നും പറയാൻ പറ്റില്ല. അത് നമ്മുടെ കർമ്മം അനുസരിച്ചിരിക്കും. ചിലപ്പം മനുഷ്യജന്മം പോലും കിട്ടുമെന്ന് ഉറപ്പില്ല. പക്ഷേ ജനിച്ചതിന് ശേഷം നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നു, അതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇവിടെ ഹരിദാസ് ഠാക്കൂർ ഭഗവാന്റെ നാമം ജപിക്കുകയാണ്, ഹരേ കൃഷ്ണ മന്ത്രം. എന്നാലോചിച്ച് നോക്കി, ഇസ്ലാമിക കുടുംബത്തിൽ ജനിച്ചിട്ട് ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുക. അതിൽ വലിയ അത്ഭുതമില്ല, കാരണം പ്രഹ്ലാദ് മഹാരാജാണ്, ബ്രഹ്മദേവനാണ്. പക്ഷെ എന്നാലും നമുക്കൊരു പാഠമാണ്. ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നത്, ഒരുപാട് ദുരിതങ്ങൾ. അദ്ദേഹത്തെ ഒരുപാട് കമ്പോളങ്ങളിൽ ഇട്ട് അടിക്കാൻ ഒരു ശിക്ഷ കൊടുത്തിരുന്നു. കാരണം അദ്ദേഹം ഹരേ കൃഷ്ണ മഹാമന്ത്രം ഇസ്ലാമിക കുടുംബത്തിൽ ജനിച്ചിട്ടും ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുന്നത് പറഞ്ഞ് ബ്രാഹ്മണരെല്ലാവരും കൂടെ കംപ്ലയിൻറ്റ് ചെയ്യുന്നു. അങ്ങനെ അവിടുത്തെ നവാബ് അയാളെ അടിച്ചു കൊല്ലാനായിട്ട് ചാട്ട വെച്ച് അടിച്ചടിച്ച് 28 കമ്പോളങ്ങളിലിട്ട് അടിക്കാൻ പറഞ്ഞു. പക്ഷേ ഇത്രയും കമ്പോളങ്ങളിലിട്ട് അടിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ ജീവൻ പോയില്ല. അന്നേരം അടിക്കുന്നവർ തന്നെ പറഞ്ഞു, നീ മരിച്ചില്ല എങ്കിൽ പിന്നെ നമ്മളെ നവാബ് കൊല്ലും. ഉടൻ തന്നെ ഹരിദാസ് ഠാക്കൂർ ശരീരം ത്യജിക്കുകയാണ്. എന്നിട്ട് ആ ശരീരത്തെ എടുത്ത് ഗംഗയിലേക്ക് ഒഴുക്കുകയാണ്. അപ്പം ഗംഗാദേവി സ്വയം ആ ശരീരത്തെ സംരക്ഷിക്കുകയാണ്. അപ്പോൾ ഹരിദാസ് ഠാക്കൂർ ആത്മാവ് വിചാരിക്കുകയാണ്, അതായത് ഇപ്പോൾ ഞാൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും നാമജപത്തിലുള്ള വിശ്വാസം പോകും എന്ന് പറഞ്ഞ ആത്മാവ് വീണ്ടും ശരീരത്തിൽ കയറി വീണ്ടും തിരിച്ച് നവാബിനെ കാണാൻ വരികയാണ്. അപ്പോൾ നവാബ് സ്തംഭിച്ചിരിക്കുകയാണ്. കാരണം മരിച്ച വ്യക്തി തിരിച്ചു വരുന്നതിൻ്റെ അർത്ഥം ഇത് സാധാരണ വ്യക്തിയല്ല, ഭഗവാന്റെ പ്രചോദനം കിട്ടിയ വ്യക്തിയാണ്. അപ്പോൾ ഇത് സാക്ഷാൽ നബി തന്നെയാണോ, അങ്ങ് നബിയല്ലേ എന്ന് പറഞ്ഞിട്ട് സാക്ഷാൽ നമസ്കരിക്കുകയാണ്. ഭഗവാന്റെ പ്രവാചകനാണെന്നുള്ള രീതിയിൽ നമസ്കരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞ് ഇന്നു മുതൽ എല്ലാ ഹിന്ദുക്കളും ഹരേ കൃഷ്ണ മന്ത്രം ജപിച്ചേ പറ്റൂ എന്നൊരു നിയമം അന്ന് പാസ്സാക്കിയിരുന്നു. പിന്നെ അങ്ങനെ പല പല അത്ഭുതങ്ങൾ. ഹരിദാസ് ഠാക്കൂറിനെ വീഴ്ത്താനായിട്ട് ഒരു വേശ്യ സ്ത്രീ ഒരുപാട് ഒരാളെ ഏൽപ്പിച്ചിരുന്നു. എത്രയോ ദിവസം ഹരിദാസ് ഠാക്കൂറിൻ്റെ അടുത്ത് വന്നിട്ട് ഈ തെറ്റായിട്ടുള്ള ആഗ്രഹങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ ഹരിദാസ് ഠാക്കൂർ തീർച്ചയായിട്ടും എൻ്റെ നാമജപം കഴിഞ്ഞാൽ ഉടനെ നമ്മൾക്ക് ഒന്നിക്കാം എന്നൊക്കെ പറഞ്ഞ് അടുത്തിരുത്തി ജപിപ്പിക്കുമായിരുന്നു. ആൾ ജപിക്കുമായിരുന്നു. അന്നേരം ഹരിദാസ് ഠാക്കൂറിൻ്റെ അധരപത്മങ്ങളിൽ നിന്ന് വരുന്ന ഹരേ കൃഷ്ണ മഹാമന്ത്രം കേട്ട് 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 ആ വേശ്യ സ്ത്രീ പോലും അദ്ദേഹത്തിൻ്റെ ശിഷ്യയായിട്ട് മാറിയെന്നുള്ളത് ഒന്നാലോചിച്ചു. അതാണ് ഹരിദാസ് ഠാക്കൂറിൻ്റെ പവർ. പിന്നെ ഒരിക്കൽ ഹരിദാസ് ഠാക്കൂർ ആ ഗുഹയിലിരിക്കുന്ന സമയത്ത് ഒരു നാഗം, അതീവ വിഷമുള്ള ഒരു നാഗം ഉള്ളിലിരിക്കുന്നു. ആ വിഷം ഒരു 1000 പാമ്പിൻ്റെ വിഷമുണ്ട് ആ ഒരു പാമ്പിന്. അത്രയ്ക്ക് പവർഫുള്ളായിരുന്നു. അതൊന്ന് നോക്കിയാൽ മതി ആൾക്കാർ മരിച്ചു വീഴുന്നു, അത്രയ്ക്ക് പവർഫുള്ളായിട്ടുള്ളൊരു നാഗമായിരുന്നു. പക്ഷെ എന്നിട്ടും ഹരിദാസ് ഠാക്കൂർ അവിടെ തന്നെ ഇരിക്കുകയാണ് ജപിച്ച്. അന്നേരം ആൾക്കാർക്ക് ഹരിദാസ് ഠാക്കൂറിനെ കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ ഈ പാമ്പ് കാരണം വരുന്നില്ലായിരുന്നു.
അപ്പോൾ എത്രയോ ദിവസങ്ങൾ ഹരിദാസ് ഠാക്കൂർജിയുടെ ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം കേട്ട് 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 ആ പാമ്പിൻ്റെ ബോധം പോലും മാറിയിരുന്നില്ല. പാമ്പ് വിചാരിക്കണം, ഞാൻ എത്ര ദുഷ്ടനാണ്, ഞാൻ കാരണം മറ്റാർക്കും ഇവിടെ വരാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് പാമ്പ് അവിടെ നിന്ന് പോവുകയാണ്. ഒന്ന് ആലോചിച്ചു. ഹരിദാസ് ഠാക്കൂർക്ക് ജയ. പിന്നെ ഹരിദാസ് ഠാക്കൂറിനെ കുറിച്ച് ഒരുപാട് കേട്ട് കേട്ട് സാക്ഷാൽ മായാദേവി സ്വയം ഹരിദാസ് ഠാക്കൂറിനെ കാണാൻ വരിക, എന്നിട്ട് പ്രലോഭിപ്പിക്കാൻ നോക്കുകയാണ്. അപ്പോൾ ഹരിദാസ് ഠാക്കൂർ പറയും, എൻ്റെ നാമജപം കഴിഞ്ഞിട്ട് ഞാൻ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കുന്നൊക്കെ പറയും. മായാദേവി സ്വയമാണ് വരുന്നത്. എത്രയോ ദിവസങ്ങൾ രാത്രിയോളം ഇരുന്ന് ഹരിദാസ് ഠാക്കൂർജിയുടെ നാമജപം മായാദേവി സ്വയം കേൾക്കുകയാണ്. എന്നിട്ട് മായാദേവി കാൽക്കൽ വീണിട്ട് പറയുകയാണ്, ഹരിദാസ് എന്നെ ശിഷ്യയായിട്ട് സ്വീകരിക്കാൻ. ഒന്നാലോചിച്ചു. മായാദേവി തോറ്റ ഒരേ ഒരാളുടെ മുമ്പിലാണ് മായാദേവി തോറ്റത്. അങ്ങനെ ഹരിദാസ് ഠാക്കൂർജി മായാദേവിക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രം പറഞ്ഞു കൊടുക്കുകയാണ്. ഹരിദാസ് ഠാക്കൂർക്ക് ജയ. അങ്ങനെ ഭഗവാന്റെ ലീലകളിൽ ഒരുപാട് കാര്യങ്ങൾ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ലീലയിൽ നിത്യാംപ്രഭുവിനെ ഇൻ്റർനെറ്റ് പോയതായിരുന്നു. അപ്പോൾ ഒരുപാട് ഭഗവാന്റെ ലീലയിൽ ഹരിദാസ് ഠാക്കൂർജി ചൈതന്യ മഹാപ്രഭുവിനെ സഹായിച്ചിട്ടുണ്ട്. ചൈതന്യ മഹാപ്രഭു നിത്യാംപ്രഭുവിനെ പ്രചരണത്തിന് വേണ്ടി സഹായിക്കുമായിരുന്നു. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഹരിദാസ് ഠാക്കൂർജിയുടെ ജീവിതത്തിൽ. എല്ലാ ലീലകളും അവസാനിപ്പിക്കാറായപ്പം ഒരു ദിവസം, എല്ലാ ദിവസവും ചൈതന്യ മഹാപ്രഭു ജഗന്നാഥ് പുരിയിൽ പോയി ജഗന്നാഥിൻ്റെ പ്രസാദം കൊണ്ടുവരികയാണ്. അന്നേരം ജഗന്നാഥ് തന്നെ ജഗന്നാഥിൻ്റെ പ്രസാദം കൊണ്ടുവരികയാണ്. കാരണം ചൈതന്യ മഹാപ്രഭു സാക്ഷാൽ ജഗന്നാഥ് തന്നെയാണ്. അപ്പോൾ ജഗന്നാഥ് പുരിയിലെ ആ പ്രസാദം കൊണ്ടുവന്ന് ഹരിദാസ് ഠാക്കൂർജിയുടെ മുമ്പിൽ ഇങ്ങനെ കൊടുക്കുമായിരുന്നു എല്ലാ ദിവസവും. കാരണം ഹരിദാസ് ഠാക്കൂർ മുസ്ലിം ആയതുകൊണ്ട് ജഗന്നാഥ് പുരിയിൽ കയറാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഒരു ദിവസം മഹാപ്രഭു ഇങ്ങനെ വന്നു പ്രസാദം കൊടുത്തപ്പോൾ ഹരിദാസ് ഠാക്കൂർ ഭയങ്കര വിഷമത്തിലിരിക്കുകയാണ്. എല്ലാ ദിവസവും 192 മാല ജപിക്കും. നമ്മൾ 16 മാല ജപിക്കാൻ തന്നെ കഷ്ടപ്പെടുന്നു. ഹരിദാസ് ഠാക്കൂർജിക്ക് നാമജപത്തിൽ അത്രയ്ക്ക് ഇഷ്ടമാണ്. നമ്മൾ 16 മാല എന്തുകൊണ്ട് കഷ്ടപ്പെട്ട് ജപിക്കുന്നു? കാരണം നമുക്ക് ഭഗവാനോട് അത്രയ്ക്ക് ഇഷ്ടം വന്നിട്ടില്ല, അതുകൊണ്ടാണ്. ജപിച്ച് നമുക്ക് ഭഗവാനോടുള്ള ഇഷ്ടം വർദ്ധിക്കും. അതുകൊണ്ട് നമ്മൾ ജപിക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ജപിക്കണം. ജപത്തെ ഒരു തപസ്യയായിട്ട് കാണണം. തപസ്യ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നാളെ പരീക്ഷയാണ്, നമുക്ക് പഠിക്കാൻ താല്പര്യമില്ല, എന്നാലും ഇരുന്ന് പഠിക്കുക, അതിനെയാണ് തപസ്യ എന്ന് പറയുന്നത്. ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും തപസ്യയായിട്ട് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക. അപ്പോൾ എന്ത് പറ്റും? ക്രമേണ നമുക്കതിൽ ഇഷ്ടം തോന്നും. അതിന് വേറൊരു ഉദാഹരണം പറയുന്നു. മഞ്ഞപ്പിത്തം ബാധിച്ച വ്യക്തി, മഞ്ഞപ്പിത്തം ഏറ്റവും ശക്തമാകുമ്പോൾ നാവിൻ്റെ രുചി വരെ പോകും. അപ്പോൾ ആ നാവിൻ്റെ രുചി പോകുമ്പോൾ കൽക്കണ്ട് കൊടുക്കുമ്പോൾ ആ കൽക്കണ്ട് വായിൽ വയ്ക്കുമ്പോൾ കൽക്കണ്ടിന് പോലും സ്വാദില്ല എന്ന് തോന്നും. പക്ഷേ ആ കൽക്കണ്ട് കഴിച്ച് പിന്നെ രോഗം മാറുന്നതിനനുസരിച്ച് കൽക്കണ്ടിൻ്റെ ആ ഒരു സ്വാദ് നമുക്ക് കിട്ടും എന്നാണ്. മധുരം അതേപോലെയാണ് നാമവും. അന്നേരം നമുക്കിപ്പോൾ നാമം ജപിക്കാൻ താല്പര്യം കാണാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ രോഗബാധിതരാണ്. അപ്പോൾ നമ്മൾ ആ മരുന്നാണ്, ഹരിനാമമാണ് കൽക്കണ്ട്, അത് തന്നെയാണ് മരുന്നും. അപ്പോൾ അത് കഴിച്ച് എന്ത് പറ്റും? ക്രമേണ നമുക്ക് അതിനോടുള്ള ഒരു സ്വാദ്, താല്പര്യം വർദ്ധിക്കും. അതിന് കൃത്യമായിട്ട് മുടങ്ങാതെ ഒരു 16 മാല ഹരേ കൃഷ്ണ മഹാമന്ത്രം എന്നും ജപിക്കണം. അപ്പോഴാണത് കറക്റ്റാവുന്നത്. അതിനോടനുസരിച്ച് നമ്മുടെ രോഗങ്ങളും ദുരിതങ്ങളും എല്ലാം മാറി ഒരു 24 മണിക്കൂറിൽ ഒരു 2 മണിക്കൂർ നമ്മൾ ഭഗവാന് വേണ്ടി കൊടുക്കണം. അപ്പോൾ എന്ത് പറ്റും? ബാക്കിയുള്ള 22 മണിക്കൂറും ഭഗവാൻ നമുക്ക് വേണ്ടി തരും. അപ്പോൾ നമ്മളൊരു 2 മണിക്കൂറോളം ഭഗവാന് വേണ്ടി കൊടുത്തില്ലെങ്കിൽ നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും അതിൻ്റെ റിസൾട്ട് കിട്ടണമെന്ന് നിർബന്ധമില്ല. കാരണം ഫൈനൽ അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഭഗവാനാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത്. കാരണം നമ്മളൊരു സ്ഥലത്ത് താമസിക്കുമ്പോൾ ആ സ്ഥലത്തിൻ്റെ അധികാരി പറയുന്നതെല്ലാം നമ്മൾ കേൾക്കണ്ടേ? അപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യയിൽ താമസിച്ചിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് പറയുന്നത് കേട്ടില്ലെങ്കിൽ ശരിയാവുമോ? അതേപോലെ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഗവൺമെൻറ്റാണ് ഭഗവാൻ. അന്നേരം ഭഗവാന്റെ അനുഗ്രഹം കിട്ടാൻ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഹരേ കൃഷ്ണ മഹാമന്ത്രം മാത്രം ജപിച്ചാൽ മതി, ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് കിട്ടും. അപ്പോൾ ഹരിദാസ് ഠാക്കൂർ എന്നും 192 മാല ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുമായിരുന്നു. ഏകദേശം ഒരു 17 മണിക്കൂറോളം. അതായത് ആദ്യത്തെ 64 മാല ഉറക്കെ ജപിക്കും, പിന്നെ ചെറിയ ശബ്ദത്തിൽ ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കും, പിന്നെ മനസ്സിൽ ജപിക്കും. അങ്ങനെ 17 മണിക്കൂർ കൊണ്ട്
അദ്ദേഹം 192 മാല ജപിക്കുകയായിരുന്നു. അങ്ങനെ ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തെ കാണാൻ വന്നപ്പോൾ ഹരിദാസ് ഠാക്കൂർ പറഞ്ഞു, ഭഗവാനെ, അങ്ങയുടെ ലീല അവസാനിപ്പിച്ചിട്ട് ഇവിടുന്ന് പോവുകയാണെന്ന് എനിക്കറിയാം. അങ്ങ് പോകുന്നത് എൻ്റെ കണ്ണുകൊണ്ട് കാണാൻ എനിക്ക് കഴിയില്ല. അങ്ങ് പോകുന്നതിന് മുമ്പേ എന്നെ പോകാൻ അനുവദിക്കണം. ക്ഷമിക്കണം, ഇടയ്ക്ക് ഇൻ്റർനെറ്റ് പോയത്. അപ്പോൾ ഹരിദാസ് ഠാക്കൂർജി പറഞ്ഞു, അങ്ങ് പോകുന്നതിന് മുമ്പേ എന്നെ പോകാൻ അനുവദിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, നാളെ ഞാൻ വരും, എന്നിട്ട് നിൻ്റെ ആഗ്രഹത്തെ പൂർത്തീകരിക്കണം. അങ്ങനെ ഭഗവാന്റെ ആയിരക്കണക്കിന് ഭക്തരുമായിട്ടാണ് വരുന്നത്. കീർത്തനമൊക്കെ പാടി വന്നു. എന്നിട്ട് ഹരിദാസ് ഠാക്കൂർജി പറഞ്ഞു, തലേ ദിവസം തന്നെ പറഞ്ഞു, ഭഗവാനെ, അങ്ങേ കണ്ടുകൊണ്ട്, അങ്ങയുടെ തൃപ്പാദം എൻ്റെ നെഞ്ചത്ത് വെച്ചുകൊണ്ട്, അങ്ങയുടെ മുഖത്തെ കണ്ടുകൊണ്ട് ശ്രീകൃഷ്ണ ചൈതന്യ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം എൻ്റെ പ്രാണൻ ഈ ശരീരത്തിൽ നിന്ന് പോകുന്നത്. ഇത്ര മഹാഭാഗ്യവാനാണ്. അപ്പം ഭാവം പറഞ്ഞു, അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ചൈതന്യ മഹാപ്രഭു എല്ലാ പാർഷദരുമായിട്ട് കീർത്തനം ചെയ്ത് വരികയാണ്. എന്നിട്ട് ഹരിദാസ് ഠാക്കൂർജി ഇങ്ങനെ കിടക്കുകയാണ്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ രാം 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 ഹരേ ഹരേ എന്ന് ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ചൈതന്യ മഹാപ്രഭു വന്നു. ഭഗവാൻ എല്ലാ ലക്ഷ്മി ദേവി കൊതിക്കുന്ന, എല്ലാ ദേവന്മാരും കൊതിക്കുന്ന, എല്ലാ ഭക്തരും കൊതിക്കുന്ന ഗോപികമാരുടെ പ്രിയപ്പെട്ട ആ തൃപ്പാദം ഭഗവാൻ ചൈതന്യ മഹാപ്രഭു ഹരിദാസ് ഠാക്കൂർജിയുടെ നെഞ്ചത്ത് വയ്ക്കുകയാണ്. എന്നിട്ട് ഭഗവാൻ ഇങ്ങനെ നോക്കിച്ചിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഹരിദാസ് ഠാക്കൂർ ശ്രീകൃഷ്ണ ചൈതന്യ എന്ന് പറഞ്ഞു പ്രാണൻ പോവുകയാണ്. അപ്പോഴേക്കും മഹാപ്രഭുവിന് ഒരുപാട് സന്തോഷം. കാരണം ഹരിദാസ് ഠാക്കൂർജിയുടെ ജീവിതം മുഴുവൻ ഭഗവാൻ പറയുന്നു, യഥാർത്ഥ ആചാര്യൻ ഹരിദാസ് ഠാക്കൂറാണ്. കാരണം എന്താ പറയുന്നു, ചിലവർ നന്നായിട്ട് പ്രചരണം ചെയ്യും പക്ഷെ ആചരിക്കത്തില്ലെന്ന് പറയും. ചിലവർ നന്നായി ആചരിക്കും പക്ഷെ പ്രചരണം ചെയ്യത്തില്ല. പക്ഷേ ഹരിദാസ് എന്ന് പറഞ്ഞാൽ പ്രചരണം ചെയ്യുകയും ചെയ്യും, ആചരിക്കുകയും ചെയ്യും. യഥാർത്ഥ ആചാര്യ. അതുകൊണ്ടാണ് നാമാചാര്യ ഹരിദാസ് ഠാക്കൂർ എന്ന് പറയുന്നത്. അപ്പോൾ അതായത് പല വ്യക്തികളും നാമജപത്തെക്കുറിച്ച് പറയും, പക്ഷെ നാമം ജപിക്കാറില്ല. ചില വ്യക്തികൾ നാമം ജപിക്കാറുണ്ട് പക്ഷെ പ്രചരിപ്പിക്കാറില്ല. ഇത് രണ്ടും ചെയ്യാറുണ്ട്. നാമജപത്തെക്കുറിച്ച് പ്രചരിപ്പിക്കാറുമുണ്ട്, നാമം ജപിക്കാറുമുണ്ട്. അതുകൊണ്ട് ഏറ്റവും ഉത്തമ ആചാര്യൻ ഹരിദാസ് ആണ് എന്ന് പറഞ്ഞിട്ട് ചൈതന്യ മഹാപ്രഭു പറയുകയാണ്, നമാചാര്യ ശ്രീ ഹരിദാസ് ഠാക്കൂർ കി ജയ. അങ്ങനെ ഹരിദാസ് ഠാക്കൂർജിയുടെ ആ ശരീരത്തെ ഭഗവാൻ സന്തോഷത്തോടു കൂടി ഒറ്റയ്ക്കെടുക്കുകയാണ്. കയ്യിൽ പിടിച്ചുകൊണ്ട് നൃത്തം ചെയ്ത് വേറെ ആരും എടുത്തില്ല. ഭഗവാൻ സ്വന്തം കൈകൊണ്ടാണ്. അതിന് പൊതുവേ ഒന്ന് ആലോചിച്ച് നോക്കണം, ക്ഷേത്രാങ്കണത്തിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അശുദ്ധിയായി. ഇവിടെ എന്താ അശുദ്ധി അല്ലേ? ഭഗവാൻ തന്നെ ഭക്തൻ്റെ ശരീരത്തെ എടുത്തുകൊണ്ട് ഇങ്ങനെ കറങ്ങി കീർത്തനം ചെയ്തുകൊണ്ട് ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ ഇങ്ങനെ പാടി ചൈതന്യ മഹാപ്രഭു ഉറക്കെ പാടുകയാണ്. എങ്ങോട്ടാ പോകുന്നതെന്നൊന്നും ചിന്തിക്കുന്നില്ല. തനിയെ പോവുകയാണ്, നോക്കാതെ കണ്ണ് തുറന്ന് നോക്കാൻ. ക്ഷമിക്കണം, ഇൻ്റർനെറ്റ് പോയത്. അങ്ങനെ കീർത്തനം ചെയ്ത് കൂട്ടത്തിൽ എല്ലാവരും കീർത്തനം ചെയ്ത് നേരെ സമുദ്ര തീരത്തിലേക്ക് പോവുകയാണ്. ജഗന്നാഥ് പുരിയുടെ അടുത്തായിട്ടുള്ള ആ ഒരു സമുദ്രത്തിൽ അവിടെ ചെന്ന് സമുദ്രത്തിൻ്റെ തീരത്തുള്ള മണ്ണ് കുഴിച്ച് അവിടെ തന്നെ ഇന്നും ആ സ്ഥലമുണ്ട്. അവിടെ ഹരിദാസ് ഠാക്കൂർജിയുടെ സമാധി ഭഗവാൻ സ്വന്തം കൈകൊണ്ട് നിർമ്മിക്കുകയാണ്. അതിനുശേഷം അവിടെ കീർത്തനം ചെയ്തു. എന്നിട്ട് ഭഗവാൻ സമുദ്രത്തിൽ പോയി കുളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇന്ന് ഈ ലോകം പവിത്രമായി. ആ ഹരിദാസിനെ ആദ്യം സമുദ്രത്തിൽ കുളിപ്പിക്കും. എന്നിട്ട് പറഞ്ഞു, ആരൊക്കെ ഈ സമുദ്രത്തിൽ കുളിക്കുന്നു അവർക്കെല്ലാം കൃഷ്ണപ്രേമം കിട്ടുന്നു. എന്നിട്ട് പിന്നെ ഹരിദാസ് ഠാക്കൂർജിയുടെ സമാധി അവിടെ പടിഞ്ഞാൻ കൊടുത്തു. അതിനുശേഷം മഹാപ്രഭു സ്വയം ഓരോ വീടുകളിലും ഓരോ കടകളിലും പോയി ഭിക്ഷ എടുക്കുകയാണ്. എന്ന് പറഞ്ഞ്, ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട ഹരിദാസ് എൻ്റെ ഈ ലോകത്തിൽ നിന്നും ഗോലോകത്തിലേക്ക് പോയ ദിവസമാണ്. അതുകൊണ്ട് എല്ലാവർക്കും പ്രസാദ വിതരണം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ഭിക്ഷ തരണം എന്ന് പറഞ്ഞ് ഇങ്ങനെ ചോദിച്ചപ്പം കടക്കാർക്ക് വിഷമം തോന്നി. ഭഗവാൻ വന്ന് ഭിക്ഷ എടുക്കുക. അവരെല്ലാവരും മാറി, ഭഗവാൻ ഇങ്ങനെയൊന്നും നമ്മളെ ബുദ്ധിമുട്ടിക്കരുതെന്ന് പറഞ്ഞ്. അന്നേരം ഭക്തർ പറഞ്ഞു, ഭഗവാനെ അങ്ങ് പോകണ്ട, നമ്മൾ നോക്കിയോളാം എന്ന് പറഞ്ഞ് കടക്കാരെ എന്ത് ചെയ്യുന്നു വെച്ചാൽ കടയിലുള്ള എല്ലാ സാധനവും എടുത്തു കൊടുത്തു. എല്ലാ കടക്കാരും അവരുടെ കയ്യിലിരിക്കുന്ന എല്ലാം എടുത്തു കൊടുത്തു. അങ്ങനെ ഇത്രയും വിഭവസമ്പന്നമായിട്ടുള്ള ഒരു പ്രസാദ വിതരണം ഇതുവരെ നടന്നിട്ടില്ല.
അത്രയ്ക്ക് പ്രസാദ വിതരണം ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരുന്നു. എന്നിട്ട് മഹാപ്രഭു സ്വന്തം കൈകൊണ്ട്, വലിയ കൈകളാണ് ഭഗവാൻ സ്വന്തം കൈകൊണ്ട് കോരി എല്ലാവർക്കും കൊടുക്കുകയാണ്. എന്നിട്ട് കഴിച്ച് തീരുമ്പോഴത്തേക്ക് വീണ്ടും കഴിക്കാൻ പറയും. കഴിക്കുന്നവരും മഹാപ്രഭു സന്തോഷത്തോടെ പറയുമ്പോൾ അവരുടെ ശരീരമൊന്നും അവർ നോക്കുന്നില്ല. എന്തിനേറെ പറയുന്നു പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല, എനിക്കറിയാം. 100 പേർക്ക് കഴിക്കാനുള്ള ഭക്ഷണം കഴിച്ചു. എന്നിട്ട് ആ ഭക്ഷണം ഒന്നും ദഹനക്കേട് ഉണ്ടാക്കില്ല, എല്ലാവരും ദഹിച്ചു ആ ഭക്ഷണം. അതെല്ലാം ആധ്യാത്മിക ഊർജ്ജമായിട്ട് മാറി എന്നുള്ളതാണ്. വയറ്റിൻ്റെ അകത്തുനിന്നൊക്കെ അപ്രത്യക്ഷം അത് ആധ്യാത്മിക ഊർജ്ജമായിട്ട് ആത്മാവുമായിട്ട് ലയിച്ചു പോയത്. എല്ലാവരും ഇഷ്ടം പോലെ 100 പേർക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഓരോ ആൾക്കാരും കഴിച്ചു. എല്ലാവരും കഴിച്ച് സന്തോഷത്തോടു കൂടി മഹാപ്രഭുവും പ്രസാദം കഴിച്ചു. ആ ദിവസമാണ് ഇന്നത്തെ ദിവസം. അന്നേരം നാമാചാര്യ ശ്രീ ഹരിദാസ് ഠാക്കൂർ കി ജയ്. നമുക്കും ആഗ്രഹമുണ്ട് അങ്ങനെ സദ്യയൊക്കെ കഴിയണം. പക്ഷെ ഓൾറെഡി ഇന്ന് നാമജപത്തിലൂടെ നമുക്ക് ആഘോഷിക്കാം എന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ. ഇന്ന് വന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ. ചൈതന്യ മഹാപ്രഭുവിൻ്റെയും രാധാറാണിയുടെയും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. ഗുരുവായൂരപ്പനും രാധാറാണിയും കൂടി ചേർന്നാൽ ചൈതന്യ മഹാപ്രഭുവായി നിത്യാംപ്രഭുവിൻ്റെ അനുഗ്രഹം കിട്ടട്ടെ. ഗൗഡി പരമ്പരയുടെ അനുഗ്രഹം കിട്ടട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഹരിദാസ് ഠാക്കൂർജിയുടെ അനുഗ്രഹത്താൽ ഹരേ കൃഷ്ണ മഹാമന്ത്രം മുടങ്ങാതെ 16 മാല എല്ലാ ദിവസവും ജപിക്കാൻ കഴിയട്ടെ. ശുദ്ധമായിട്ട് ജപിക്കാൻ കഴിയട്ടെ. ഭൗതിക ആഗ്രഹങ്ങളൊന്നും ഇല്ലാതെ ഭഗവാന്റെ തിരുനാമം ജപിക്കാൻ കഴിയട്ടെ. ഭഗവാന് വേണ്ടി ഒരുപാട് സേവനങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇനി വൈകുന്നേരത്ത് 7 മണിക്ക് നമുക്ക് കാണാം. ഇന്ന് വന്ന എല്ലാവർക്കും ഭഗവാന്റെ തിരുനാമം ജപിക്കാൻ കഴിയട്ടെ. चैतन्य महाप्रभु की जय, प्रभुपाद जी की जय, गुरु महाराज की जय, नमाचार्य श्री हरिदास ठाकुर की जय.